എനിക്ക് അത്ഭുതമായി തോന്നിയത്, എപ്പോഴും നമുക്ക് അത്ഭുതങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ആളാണ് കമൽ സാർ. പുള്ളിയുടെ ഫേസിലെ ഓരോ ഈ കവിളിലെ മസിൽസ് വരെ ഇളകുന്ന ഞാനിങ്ങനെ നോക്കിയിരിക്കും ചിലപ്പോൾ. ബുജ്ജി ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണെങ്കിൽ പോലും ബുജ്ജി അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്യാരക്ടറാണല്ലോ. അപ്പം ബുജ്ജിയുടെ വോയിസ് പ്രത്യേകിച്ച് കീർത്തി സുരേഷാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മാക്സിമം സ്പീഡ്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമിയോ ഏതാണ്? കാരണം ഓഫ് കോഴ്സ് വിജയ് വരുന്നുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയ 2 ക്യാമിയോസ് എന്ന് പറയുന്നത് ഒന്ന് RGVയും ഒന്ന് രാജമൗലിയാണ്. പ്രഭാസ് ഇത്തവണ ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഡബ്ബിങ്ങിൻ്റെ സ്റ്റൈലേ വേറെയാണ്. പുള്ളിയുടെ വോയിസ് അല്ലെങ്കിൽ പുള്ളി അതിൻ്റെ വോയിസിൻ്റെ ഡെപ്ത്ത്, അതിലേക്ക് പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന ഡൈനാമിക്സ് ഒക്കെ വേറെ തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കൽക്കി ഒരു 10 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി ഡബ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു. വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആയിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഡെപ്ത്ത് ഈ മൂവിക്ക് തുടക്കം മുതലേ എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. സോ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് ഞാനും കാത്തിരിക്കുകയാണ്. സലാറിലെ കോ-റൈറ്റർ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ സലാർ 2-ൻ്റെ? ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോസ് പ്ലേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും തിയേറ്ററുകളിലൊക്കെ വൻ റെസ്പോൺസ് കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് കൽക്കി. അപ്പോൾ കൽക്കിയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നീരജ് ചേച്ചിയാണ്. നീരജ് ചേച്ചി, സ്വാഗതം. താങ്ക് യു സോ മച്ച് സ്നേഹ. രാവിലെ തന്നെ വളരെ പവർഫുള്ളായിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. നമ്മുടെ കൽക്കി മൂവി പോലെ തന്നെ. ഇപ്പം 27-നായിരുന്നു റിലീസ്. അപ്പം ഇപ്പം 29 2 ദിവസത്തിന് ശേഷവും ഇങ്ങനെ വളരെ റെസ്പോൺസ് കൂടിയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിക്ക് വരുന്ന റെസ്പോൺസസ് എന്തൊക്കെയാണ്? ഒരുപാട് എന്തായാലും കോൾസും മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരിക്കുമല്ലോ. പടം കണ്ടിട്ട് വിളിക്കുന്നവരുണ്ടാവും, അപ്രിഷിയേറ്റ് ചെയ്യാനൊക്കെ വിളിക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്താണ് മെയിനായിട്ട് എല്ലാവരും പറയുന്നത്? റെസ്പോൺസ് എല്ലാവരും വളരെ എല്ലാവരും എന്താ പറയുക, എക്സ്പെക്റ്റേഷനിൽ കൂടുതലായിരുന്നു. ഇങ്ങനെ ഇതിൽ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് മൂവിയുടെ ഒരു റിവ്യൂ വരുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതിൽ കറക്ഷൻ, ഞാൻ മലയാളം സ്ക്രിപ്റ്റാണ് ചെയ്തത്. അതെ അതെ, മലയാളം സ്ക്രിപ്റ്റാണ്. മൾട്ടി ലിംഗൽ ആയതുകൊണ്ട് അതിൽ മലയാളത്തിലെ സ്ക്രിപ്റ്റാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. അതെ, അപ്പോൾ അതിൽ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുക എന്നുള്ളൊരു സന്തോഷം, വിളിക്കുന്ന എല്ലാവരും ആ രീതിയിലുള്ള ഒരു സന്തോഷം, അപ്രീസിയേഷൻസ് തരുന്നുണ്ട്. എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഒരു 600 കോടി ബഡ്ജറ്റുള്ളൊരു പടമാണ്, ഇത്രയൊരു ബ്രഹ്മാണ്ഡ സിനിമ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഇൻവോൾവ് ആവുക, ഇന്നൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞാൻ ആലോചിക്കുമായിരുന്നു, അത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒബ്വിയസ്ലി ടെൻഷൻ ആവും അല്ലേ? കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ചു വന്നാൽ പിന്നെ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. ഒരു എൻ്റെ ക്രൂവിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെൻഷനൊക്കെ ചേച്ചിക്കില്ലായിരുന്നു? അതായത് തുടക്കം മുതൽ ഇങ്ങനെ ഒരു ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. ടെൻഷനിലപ്പുറം അതൊരു അക്കൗണ്ടബിലിറ്റിയാണ്. ഇപ്പോൾ ഏത് സംവിധായകനാണെങ്കിലും അത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ച്, അദ്ദേഹം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് ഓഫ് ആർട്ടിനെ നമ്മൾ അതിൻ്റെ റീജിയണൽ ഓഡിയൻസിന് വേണ്ടിയിട്ട് അതിനെ ഭംഗിയാക്കി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു മേജർ ഒരു റോൾ അവിടെ വരുന്നുണ്ട്. എങ്ങനെയാണ് കൺവേ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് പ്രോജക്റ്റിൻ്റെ വലിപ്പം മാത്രമല്ല, ഈ പ്രോജക്റ്റിൻ്റെ വലിപ്പം പറയുകയാണെങ്കിൽ ഇത് ബഡ്ജറ്റ് കൊണ്ട് മാത്രമല്ല, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അല്ലേ, ഒരുപാട് ഒരു വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇതെന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ എല്ലാ പെർഫെക്ഷൻസോടു കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി യൂഷ്വലി ഞാനൊരു പെർഫെക്ഷനിസ്റ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്കിതിൽ ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കും, അയ്യോ അതങ്ങനെ പറ്റരുത് എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ടെൻഷൻ അതിന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റീനെ നമ്മൾ കൂടുതൽ കൺസേൺഡ് ആവുകയാണ് ചെയ്യുക. അത് ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. ചേച്ചി, ഞാനിപ്പോൾ ആലോചിക്കുന്നത് അറിയോ, ഓഫ് കോഴ്സ് അവിടെ തെലുങ്കു ആയിരിക്കും ആദ്യം ഇതിന് പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. അതിനുശേഷമായിരിക്കാം ചിലപ്പം ബാക്കി ലാംഗ്വേജുകളിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രീ പ്രൊഡക്ഷന് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചി കണ്ടിട്ടുണ്ടോ ഇത് ഇറങ്ങുന്നതിന് മുമ്പൊക്കെ? ഇത് കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓഫ് കോഴ്സ് ഈ ഡബിങ്ങിന്റെ സമയത്തും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ ആ ഒരു ഫസ്റ്റ് ഷോ ആയിട്ട് നമ്മൾ തിയേറ്ററിൽ മലയാളം കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ഓഡിയൻസിനൊപ്പം ഇരുന്ന്, അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ എക്സ്പീരിയൻസ് കൽക്കിക്ക് കുറച്ച് കൂടുതലാണ്, കുറച്ച് ഇൻറ്റൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതുമ്പോഴും ഡബ് ചെയ്യുമ്പോഴൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് റോ ഫുട്ടേജസ് ആണ്. ഇപ്പോൾ യൂഷ്വൽ മൂവിയിൽ ഇപ്പോൾ ഇതുപോലുള്ള പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ, അതായത് അറ്റ് എ ടൈം
മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ തിയേറ്റർ റിലീസ് ഒരേ ദിവസം നടക്കുന്ന ചിത്രങ്ങൾ. ഇതിലൊക്കെ മെയിൻ, അതായത് ഒറിജിനൽ ലാംഗ്വേജിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന അതേ സമയത്തായിരിക്കും നമ്മൾ സ്ക്രിപ്റ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ മറ്റ് ലാംഗ്വേജസിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഷൂട്ട് ചെയ്ത് വെച്ച റോ ഫുട്ടേജ് കണ്ടിട്ടാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് മെയിൻ ലാംഗ്വേജിൻ്റെ ഡബ്ബിങ് ചെയ്ത ട്രാക്കുകൾ പോലും നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അതുവരെ എന്താ, ഇപ്പോൾ ഈ മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഫുള്ളി ഒരു ടെക്നിക്കൽ സോഫിസ്റ്റിക്കേഷനുള്ള മൂവിയാണ്. അപ്പോൾ ഗ്രീൻ മാറ്റിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഫുട്ടേജസ്, ഡബ്ബിങ് ട്രാക്കുകൾ പോലും ഇല്ലാതെ പൈലറ്റ് വോയിസ് കേട്ടിട്ടാണ് എഴുതുന്നത്. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു പ്രോജക്റ്റിൻ്റെ നമ്മൾ ഗ്രാജുവലി ഡബ്ബിങ് ചെയ്യുന്നതും അതിൻ്റെ കൂടെ മറ്റ് കാര്യങ്ങളെല്ലാം ആഡായി എൻഡ് ഓഫ് ഇറ്റ് VFX ഒന്നും നമ്മൾ ഒരിക്കലും കാണുന്ന പോലും ഇല്ല. ഇത് ലാസ്റ്റ് നമ്മൾ തിയേറ്ററിൽ വരുമ്പോഴായിരിക്കും. ചില മൂവീസിന് റിവ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫുൾ എല്ലാം കഴിഞ്ഞ് മിക്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന പ്രോസസ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ അതുപോലും ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് കൽക്കിയുടെ അത്രയും ഒരു റോ ഫോമിൽ നിന്ന് പിന്നീട് അത് കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് വളരെ കൂടുതലാണ്. ചേച്ചി അപ്പൊ അതിന് മുമ്പ് കണ്ടതേ ഇല്ല, കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞുള്ളൊരു കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഒരു ഈ ഓഡിയൻസിനൊപ്പം ഇരുന്ന് കാണുമ്പോഴത്തേനും പല സൈഡിൽ നിന്ന് ഇതിന്റെ ഒരു എന്താ പറഞ്ഞ ആ ഓരോ ഡയലോഗ് വരുമ്പോഴുള്ള റിയാക്ഷൻസ്, കാര്യങ്ങള്, ചിലപ്പോൾ പുറകുന്ന എന്തെങ്കിലുമൊക്കെ അവർ ട്രോൾ ആയിരിക്കും പറയുന്നത്. കാരണം മലയാളി ഓഡിയൻസ് ആകുമ്പോഴത്തേനും ഇവർക്കൊപ്പം തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റിയാക്ഷൻ ഇട്ടിട്ടു. അപ്പൊ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ട്രോളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കൽക്കിയുടെ ചില ഡയലോഗുകൾ തന്നെ എടുത്തിട്ട് ആളുകൾ യൂട്യൂബ് കമൻസിൻ്റെ അകത്ത് ഇടുന്നത് കാണാറുണ്ട്. അപ്പോൾ അവരത്രയും ആ ഡയലോഗ് അവരുടെ മനസ്സിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് അപ്പോഴും കിട്ടാറുണ്ട്, റിവ്യൂസിലും കിട്ടാറുണ്ട്, നേരെ മറിച്ച് നമ്മൾ ലൈവ് എക്സ്പീരിയൻസിലും കിട്ടാറുണ്ട്. അതിപ്പോൾ ഏത് തന്നെയാണെങ്കിലും ഇപ്പോൾ അതൊരു ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അവർ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന എന്തിനാന്ന് ബേസ് ചെയ്തിട്ട് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അവർ ട്രോളും, അത് ഓക്കെയാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ക്രൂവിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇത്രയും എന്തായാലും പ്രോസസ്സിൽ ഇരുന്ന ഒരാളെന്ന നിലയിൽ എന്തായാലും ഫസ്റ്റിൽ ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ചേച്ചിക്ക്? ഇപ്പോൾ അത് കുറേ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ VFX ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാർ കാസ്റ്റിംഗ് ഉണ്ട്, ഓഫ് കോഴ്സ് ഡബ്ബിംഗ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ കുറേ എലമെന്റ്സ് ഉണ്ടല്ലോ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഏതാണ്? അയ്യോ, അങ്ങനെ ഒരു മൂവിയെ കുറിച്ച് നമുക്ക് ഇപ്പോൾ സ്നേഹയോടാണെങ്കിലും ഒരു മൂവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഞാനതിൻ്റെ ഇപ്പം ഒരു 20 ടൈംസ് ഓർ 30 ടൈംസ് ഓർ 50 ടൈംസ് നമ്മളൊരു മൂവിയിലൂടെ പോയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റേജിലും അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയുകയല്ല, കൽക്കി എന്ന മൂവിയെ സംബന്ധിച്ച് എനിക്ക് എല്ലാ എക്സ്പീരിയൻസും എല്ലാ മെമ്മറീസും അതിൻ്റെ എല്ലാ കണ്ടതിന് ശേഷമുള്ള എക്സ്പീരിയൻസും ഇപ്പോഴാണെങ്കിലും കിട്ടുന്ന റെസ്പോൺസും എല്ലാം നല്ല ഒരു എന്താ പറയുക, നല്ല ഓർമ്മകളായിരിക്കും. അത് എല്ലാം സ്പെഷ്യലാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ, കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രഭാസ് ചെയ്ത ഭൈരവ, അമിതാഭ് ജിയുടെ ഒക്കെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, മൃണാൾ ഠാക്കൂർ, ദീപിക, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? ഇതിൽ ക്യാരക്ടർ ഡൈവേഴ്സിറ്റി ഒരുപാട് കൂടുതലുള്ള ഒരു മൂവിയാണിത്. അപ്പോൾ രണ്ട് കാലഘട്ടമുണ്ട്. അപ്പോൾ അതിൽ തന്നെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ച് നമ്മൾ മഹാഭാരതത്തിലുമൊക്കെ പല വേർഷൻസ് നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം അത് വേറൊരാളുടെ ഒരു ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഒബ്വിയസ്ലി ആ ക്യാരക്ടേഴ്സിനോടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എല്ലാ ഓഡിയൻസിനെയും പോലെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് മാറ്റി നിർത്തിയാൽ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും പോലെ എനിക്കും കമൽ സാറ് അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ പ്രഭാസ് ഇങ്ങനെയുള്ള ആളുകളും പിന്നെ ദീപിക പദുക്കോൺ അതിൽ അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ പശുപതി സാർ, എല്ലാവരും നമ്മളവരെ വേറൊരു രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനോടും അവരുടേതായ രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായി തോന്നിയത്, എപ്പോഴും നമുക്ക് അത്ഭുതങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ആളാണ് കമൽ സാർ. അപ്പോൾ കമൽ സാറിൻ്റെ ചിലപ്പോൾ ഞാൻ ഡയലോഗ് എഴുതുന്ന സമയത്തും പുള്ളിയുടെ ഫേസിലെ ഓരോ ഈ കവിളിലെ മസിൽസ് വരെ ഇളകുന്ന ഞാനിങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് എങ്ങനെ, അത് വളരെ നന്നായിട്ട് അവരത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ചിലപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കും എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഡബ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആവുക. കാരണം ഡബ്ബിംഗ് ഡയറക്ടേഴ്സാണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇതിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ കമൽ സാറിൻ്റെ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഭാസ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഞാൻ ഇതുവരെ എൻജോയ് ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ ഇത് ഓരോ പ്രാവശ്യം ഞാൻ
ചിലതെന്ന് വെച്ചാൽ തെലുഗു എനിക്ക് വളരെ ക്ലിയർ ആയിട്ട്, ഞാൻ വളരെ ഫ്ലുവൻ്റ് ആണ്. തെലുഗു എനിക്ക് വളരെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. അപ്പോൾ തെലുഗുവിലെ പല കോമഡി ഫണ്ണായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് പ്രഭാസ് സാറിൻ്റെ കാഷ്വൽ ടോക്കിൽ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ആ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, അപ്പോൾ ഇതൊക്കെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്തും ഡബ്ബിങ്ങിൻ്റെ സമയത്തും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. കാരണം അത് ചിലപ്പോൾ മലയാളത്തിൽ നമുക്കത് വലിയൊരു ഫണ്ണായിട്ട് തോന്നില്ല, പക്ഷേ ആ നാടും കൾച്ചറും എല്ലാം നമുക്ക് അറിയുന്നുണ്ട്. പുള്ളി ആ പറഞ്ഞു വെച്ചിരിക്കുന്ന സംഭവം, കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ വീണ്ടും വീണ്ടും കാണും തോറും അതൊരു അത്ഭുതമാണ്. പുള്ളി ഇത്രയും ഒരു ഡൈനാമിക്സ് അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതേപോലെയാണ് ബുജ്ജി ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണെങ്കിൽ പോലും ബുജ്ജി അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്യാരക്ടറാണല്ലോ. അപ്പം ബുജ്ജിയുടെ വോയിസ് പ്രത്യേകിച്ച് കീർത്തി സുരേഷാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കീർത്തി സുരേഷിൻ്റെ ഒരു എന്താ പറയുക, വോയിസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ക്യൂട്ട്നെസ് ഉണ്ട്. അതേസമയം അതൊരു സ്റ്റേൺ ആയിട്ട് പല കാര്യങ്ങളും, ഡയലോഗ് ഡെലിവറി, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്തും അത് എല്ലാ ക്യാരക്ടറിനോടും ഓരോ സമയത്തും ഇഷ്ടം കൂടുതലാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ അമേസിങ് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതാഭ് സാറിനെ ആസ് ആൻ ആക്ടർ ആൻഡ് ആസ് എ ഹ്യൂമൻ ബീങ്, അതായത് സാറിനെ നമ്മൾ എപ്പോഴും നമ്മൾ വലിയ ഹ്യൂജായിട്ട് കാണുന്ന ആളുകളൊക്കെ നമ്മൾ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ടറിനെ വളരെ ടു ദ എക്സ്ട്രീം ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ്, അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂപ്പുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സീൻസും എല്ലാ ആക്ടേഴ്സിനെയും നമ്മൾ കാണും. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഏജിൽ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട്, ആ ഒരു ക്യാരക്ടറിനോട് കാണിച്ചിരിക്കുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനമൊക്കെ എപ്പോഴും നമുക്കൊരു ഫാക്ടേഴ്സ് ഫോർ വണ്ടറാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്ന് രാവിലെ ഈ കൽക്കിയുടെ ഞാനിങ്ങനെ വിക്കിപീഡിയയിലൊക്കെ ഇങ്ങനെ നോക്കുമല്ലോ, അപ്പം ഞാനിങ്ങനെ ഇതിനകത്ത് കീർത്തി സുരേഷിൻ്റെ പേര് കണ്ടു. അപ്പം ഞാൻ വിളിച്ചു, കീർത്തി സുരേഷ് ഇതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ലിസ്റ്റിൽ ഇല്ലല്ലോ. ചിലപ്പോൾ ഇനി മേ ബി എങ്ങാനും നേരത്തെ പ്ലാൻ ചെയ്ത് ചിലപ്പം ഡേറ്റിൻ്റെ ഇഷ്യൂസ് എല്ലാം വെച്ച് മാറിയതായിരിക്കുന്നു. അപ്പോൾ ഈ ബുജി എന്നുള്ള ക്യാരക്ടർ എനിക്ക് തിയേറ്ററിൽ ഭയങ്കര വർക്കായതാണ്, ആ ഒരു ഡബ്ബിങ് കാര്യങ്ങൾ. കാരണം നമുക്ക് ഒരു രൂപം ഇല്ലെങ്കിൽ പോലും ഒരു സൗണ്ട് ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു, നല്ല പരിചയമുള്ള സൗണ്ടാണ്, പക്ഷെ എനിക്കിത് ആരുടെയാണെന്ന് കിട്ടുന്നില്ല. ഞാനിങ്ങനെ നോക്കുക, ബാക്കി എല്ലാവരുടെയും ഏകദേശം നമുക്ക് ഓക്കെ നമ്മൾ കേട്ടിട്ടുള്ള സൗണ്ടുകളാണ്, പക്ഷെ ആരാണെന്ന് അറിയില്ല, കാരണം ഡബിങ് ആർട്ടിസ്റ്റുകളാണല്ലോ. പക്ഷെ ഈ സൗണ്ട് നമ്മൾ മൂവീസിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരാണ് ചെയ്തേക്കുന്നത്, ഏതോ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ ആരാണ് ചെയ്തേക്കുന്നത് അറിയില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ കീർത്തിയാണ് ചെയ്തേക്കുന്നുള്ളത്, അത് ഭയങ്കര അടിപൊളിയാണ്. അതിൻ്റെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ബാക്കി എല്ലാവർക്കും എനിക്കൊന്ന് ഈ ലിപ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ പിടിച്ച് പോകണമല്ലോ, ഇതാകുമ്പോൾ ഒരു ഒഴുക്കിന് ഇങ്ങനെ പോകാമല്ലോ. കാരണം നമ്മുടെ ഒരു മലയാള സ്ലാങ് കട്ടയ്ക്ക് പിടിച്ച് പറഞ്ഞേക്കുന്നത്, അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ആ ബുജി എന്നുള്ള ക്യാരക്ടർ. കീർത്തി സുരേഷ് എല്ലാ ലാംഗ്വേജും അതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ ആ ക്യാരക്ടർ എന്ന് വെച്ചാൽ കുറേ ലിമിറ്റേഷൻസ് നമുക്ക് ഇല്ല അതിനകത്ത്, ഈ പറഞ്ഞ പോലത്തെ കൺസ്ട്രെയിൻസ് അതിനകത്ത് ഇല്ല. പിന്നെ ആ ഒരു വോയിസിൻ്റെ പ്രത്യേകതയുണ്ട്, ഡയലോഗ് ഡെലിവറിയുടെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയൊക്കെ ആ ക്യാരക്ടറിന് വളരെ ആപ്റ്റായിട്ട് വന്നു. ഒരുപാട് എനിക്കും പേഴ്സണലി മെസ്സേജസ് കൂടാതെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ മെസ്സേജ്, ഈ കോമൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബുജി ക്യാരക്ടർ പ്രത്യേകിച്ച് മലയാളത്തിൽ ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പം നമ്മൾ എൻഡ് ഓഫ് ഇറ്റ് എല്ലാം കഴിഞ്ഞ് ആ വോയിസ് പിന്നെ നമ്മൾ ആ ഡയലോഗ്സിലൂടെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സൈറ്റിംഗ് ക്യാരക്ടർ തന്നെയായിരുന്നു. ഇപ്പൊ ചേച്ചി ചെയ്ത മൃണാളിനാണല്ലോ ഡബ് ചെയ്തേക്കുന്നത്, അതും വളരെ കുറച്ച് പോർഷനിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നു. കാരണം അതിൻ്റെ മൂവിയുടെ ഒരു വൺ ഓഫ് ദ പാർട്ടാണ്. അപ്പം അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇതുപോലെ തന്നെ വേറെ ആരൊക്കെയാണ് ചേച്ചി ഇതിൽ ഡബ് ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത് മൂവിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? കൽക്കിയിൽ ഡബ് ചെയ്ത ആൾക്കാർ. ഓക്കെ, കൽക്കിയിൽ മെയിൻ പറയുകയാണെങ്കിൽ ഇതിൽ സ്ക്രിപ്റ്റ് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് പ്ലസ് ഡബ്ബിംഗ് ആണ് ഡബ്ബിംഗ് മൂവിയുടെ ജീവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല സ്ക്രിപ്റ്റ് എഴുതിയാലും കാര്യമില്ല, നല്ല ഡബ്ബിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഡബ്ബിംഗ് ഡയറക്ടേഴ്സ് വേണം. അപ്പോൾ ഇതിൽ ഡബ്ബിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അജിത് കുമാർ, അരുൺ CM, ഇവർ രണ്ടുപേരുമാണ്. ഇവർ രണ്ടുപേരെയും ഓൾറെഡി ആളുകൾക്ക് അറിയാം. അരുണാണ് ബാഹുബലിയുടെ വോയിസ് തുടങ്ങി, പ്രഭാസ് എന്ന ആക്ടറിൻ്റെ മലയാളം വോയിസ് സ്ഥിരമായിട്ട് അരുണാണ്. അതുപോലെ അജിത് കുമാർ എന്ന് പറയുന്നതും മറ്റ് അന്യഭാഷ ചിത്രങ്ങളിലെ നായകന്മാർ, ഇപ്പോൾ മാധവൻ, അതല്ലെങ്കിൽ നമ്മുടെ വിജയ്, ധനുഷ്, അങ്ങനെ ഒരുപാട്, രാം ചരൺ, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ മലയാളം വോയിസ് ആവുന്നത് അജിത് കുമാറാണ് യൂഷ്വലി. അതുപോലെ തന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ മറ്റ് ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ മലയാളത്തിൽ വോയിസ് ചെയ്യുന്നതും അദ്ദേഹമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെന്ന് വെച്ചാൽ ഒരു 20 വർഷത്തിലധികം ഡബ്ബിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്.
10 വർഷത്തിലേറെയായിട്ട് ഡബ്ബിംഗ് ഡയറക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. പൊന്നിയിൻ സെൽവൻ പോലുള്ള ഇത് ഭാഷാപരമായിട്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡബ്ബിംഗ് ഡയറക്ഷൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു ഡയറക്ഷനാണ് ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആപ്റ്റായിട്ടുള്ള വോയിസ് സെലക്ട് ചെയ്യാൻ പറ്റണം. അത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമാണ്. അവർ സെലക്ട് ചെയ്യുന്ന വോയിസ് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പം ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ അമിതാഭ് സാറിൻ്റെ വോയിസ് ചെയ്തിരിക്കുന്ന ആദർശ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള, ഏഷ്യാനെറ്റിലും അതുപോലെ ലീഡിങ് ചാനൽസിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരുപാട് മൂവീസിൽ ശബ്ദം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അമിതാഭ് സാറിന് അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അതായത് ഈ ആദർശ് 2 കാലഘട്ടവും അമിതാഭ് സാറിൻ്റെ വോയിസ് മാറ്റി, ടോൺ മാറ്റി, ഏജ് മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ വരുന്നത് കമൽ സാറിൻ്റെ വോയിസ് ചെയ്തിരിക്കുന്നത് പ്രവീൺ ചേട്ടനാണ്. അതായത് നമ്മുടെ കട്ടപ്പ വോയിസ് ചെയ്തിരിക്കുന്ന പ്രവീൺ ഹരിശ്രീ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ വരുന്നത് നമ്മുടെ കൃഷ്ണൻ്റെ വോയിസ് ചെയ്തിരിക്കുന്നത് അജിത്താണ്, ഡബ്ബിംഗ് ഡയറക്ടർ അജിത്താണ്. പിന്നെ മൃണാൾ, പിന്നെ ദീപികയ്ക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് ഏഞ്ചൽ കിഷോറാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അതിൽ എല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവർ എല്ലാം ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ശോഭന മാം തന്നെയാണ് ചെയ്തത്. പിന്നെ കീർത്തി സുരേഷ്, പിന്നെ അതിൽ വരുന്നത് പിന്നെ DQ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ആർട്ടിസ്റ്റുകൾ ഓൺ വോയിസിൽ ചെയ്തിരിക്കുന്നത് അന്നാബെൻ ഓൺ വോയിസ് ആണ്. അന്നാബെൻ തെലുഗു എല്ലാം അന്നാബെൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തെലുഗു, മലയാളം ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നാബെന്നുമായിട്ടുള്ള ഡബ്ബിങ് എക്സ്പീരിയൻസും വളരെ രസമായിരുന്നു. പിന്നെ അന്നാബെൻ ഇവിടെ വന്ന സമയത്ത് തെലുഗുവിൽ കുറച്ച് പാച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തെലുഗു അറിയാമെന്നുള്ളത് കൊണ്ട് തെലുഗു ജസ്റ്റ് ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ തെലുഗുവും പുള്ളിക്കാരി ഡബ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാക്ട് ചെയ്ത് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ശോഭന മാം ഓൺ വോയിസ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ DQ, അദ്ദേഹത്തിൻ്റെ വോയിസും ഓൺ വോയിസ് ആണ്. അപ്പോൾ അവരുടെ ഓൺ വോയിസ് ചെയ്തത് കൊണ്ടും നമുക്ക് ഈ ഒരു ഡബ് വേർഷനിൽ മലയാളത്തിന് അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ആളുകൾക്ക്, ഓഡിയൻസിന് അവരുടെ ഓൺ വോയിസ് കേൾക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. ഇപ്പം അന്നബൻ്റെ കാര്യം പറയുകയാണെങ്കിൽ DQ ശോഭൻ ചേച്ചിക്ക് ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു വേറെ ലാംഗ്വേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നബൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും തെലുങ്കു ഒക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. എനിക്കും അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പൊ ഈ തെലുങ്കു ഡയലോഗ്സ് ഒക്കെ ആയിരിക്കുമല്ലോ, അങ്ങനല്ലേ പറയുന്നത്? അപ്പൊ ഇതെങ്ങനെയാണ് ഇതിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പൊ പറഞ്ഞപ്പോഴത്തേന്. അതപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് അത് ഇംഗ്ലീഷിലൊക്കെ ആക്കിയാണോ പഠിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്? അവര് പഠിച്ചത് സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. യൂഷ്വലി ഇംഗ്ലീഷ് ആയിരിക്കും, കാരണം ഇംഗ്ലീഷിൽ ഡയലോഗ് എഴുതിയിട്ടായിരിക്കും വായിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ എനിക്ക് തെലുഗു അന്നബൻ ചെയ്തത് ഞാൻ കേട്ടോണ്ടാണല്ലോ എഴുതുന്നത്. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ലാംഗ്വേജിൻ്റെ ഡിക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് പുള്ളിക്കാരി, അതായത് അഭിനയിക്കുമ്പോൾ തന്നെ ആ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് പിന്നെ ആ ഒരു വോയിസിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കാൻ തന്നെ രസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തെലുഗു ആണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ഇപ്പം മലയാളികൾക്ക് പൊതുവേ ഭയങ്കരമായിട്ടുള്ളൊരു സ്കില്ലുണ്ട്. നമുക്ക് ഏത് ഭാഷയും പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അതൊരു പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവർ ഭയങ്കര രസമായിട്ട് അത് ചെയ്യുമല്ലോ. അതൊക്കെ സത്യം പറഞ്ഞാൽ ഡബ് വേർഷനിൽ നമുക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ അവരുടെ ലാംഗ്വേജിൽ ചെയ്തിരിക്കുന്നതും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. ഇപ്പൊ ഇത് മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന കുറെ താരങ്ങൾ ഇതിലുണ്ട്. ഇപ്പൊ മാളവിക, DQ, അന്നാബെൻ, അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ ഇതിലെ ക്യാമിയോ, ഇപ്പൊ DQ ഒക്കെ കുറെ ക്യാമിയോ അപ്പിയറൻസ് ആണ്. അപ്പൊ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമിയോ ഏതാണ്? കാരണം ഓഫ് കോഴ്സ് വിജയ് വരുന്നുണ്ട്, കുറെ ആളുകളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും അടിപൊളി തോന്നിയ ക്യാമിയോ അപ്പിയറൻസ് ആടെയാണ്? അല്ല, എല്ലാവരും അടിപൊളി തന്നെയാണ്. കാരണം അവരുടെയൊക്കെ എൻട്രി ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയ 2 ക്യാമിയോസ് എന്ന് പറയുന്നത് ഒന്ന് RGVയും ഒന്ന് രാജമൗലിയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം മൂവി കണ്ടപ്പോൾ
പെട്ടെന്ന് RGVയുടെ എൻട്രിയും അതുപോലെ രാജമൗലിയുടെ എൻട്രിയും പെട്ടെന്ന് വന്നതും അവർ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനും ആ ഡയലോഗുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറേ ക്രിയേറ്റീവ് കോളിൽ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സർപ്രൈസ് തോന്നി ഉള്ള കാര്യം നമുക്ക് പറയാം. അല്ലാതെ ഒരു ഇഷ്ടം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് രണ്ടും ഒരു സർപ്രൈസിങ് ഫാക്ടേഴ്സ് ആയിരുന്നു. അതെ അതെ, ഈ രാജമൗലി സത്യം പറഞ്ഞാൽ ആ സീൻ വന്നപ്പോഴത്തേക്ക് ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേന് ഈ രാജമൗലിയുടെ സീൻ വന്നപ്പോഴത്തേക്കിന് പുറകെ ഇരുന്ന് ഫുൾ മറ്റേ ട്രോളും കാര്യങ്ങളും ഓരോന്നൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഐ മീൻ പറയുന്ന കാര്യമാണ് കേട്ടോ, ഞാൻ ഓഫൻഡഡ് ആയിട്ട് പറഞ്ഞതല്ല. ബാക്കി ഇരുന്ന് ഐ മീൻ അവരുടെ ഒരു എക്സൈറ്റ്മെന്റിൽ അവർ പറയുന്ന കാര്യങ്ങളാണോ ഇതിലും വന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. അല്ല, അതിൽ അവർ ഈ രാജമൗലി സാറിനെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷനും വളരെ രസകരമായിരുന്നു. അത് എഴുതുന്ന സമയത്താണെങ്കിലും അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവർ രണ്ടുപേരും ഒരു കൗണ്ടർ പാർട്സ് പോലെയാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സീനിൽ പ്രത്യേക സീനിലുള്ള കെമിസ്ട്രിയും അതിനവർ യൂസ് ചെയ്തിരിക്കുന്ന കോണ്ടെക്സ്റ്റും ഭയങ്കര രസമാണ് ആ സീനിൻ്റെ. അത് എഴുതുമ്പോഴേ എഴുതി കഴിഞ്ഞിട്ടും വീണ്ടും ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും അത് ഭയങ്കര രസമായിരുന്നു. ഓരോ സമയത്തും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സീൻസ് ആയിരുന്നു അതൊക്കെ. ചേച്ചി, ഞാനപ്പോൾ ചോദിക്കാൻ വരുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴേ എന്തായാലും കാരണം തെലുങ്കിലുള്ള കുറേ കാര്യങ്ങൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിന് എന്തായാലും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം മലയാളത്തിൽ വരുമ്പോൾ മലയാളത്തിന്റെ ഓഡിയൻസിന്റെ ഒരു അക്സെപ്റ്റൻസ് കാര്യങ്ങൾ അവരുടെ രീതികളെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റണം. അപ്പോൾ അത് ഭയങ്കര ചലഞ്ച് തന്നെയല്ലേ? കാരണം അവിടെ പറയുന്നൊരു ഇപ്പൊ 2 വാക്കിലൊക്കെ ആയിരിക്കും അവിടെ ഒരു ഡയലോഗ് പറഞ്ഞു തീർക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേനും അത് നമ്മൾ കുത്തി കയറ്റണം എന്തെങ്കിലുമൊക്കെ, കാരണം അത്രത്തോളം സ്പേസ് കാണും. അപ്പൊ ഇത് ലിപ്സിങ് കറക്റ്റ് ആവണം, ഇതിന് പ്രത്യേകിച്ച് ഡയലോഗ് വേണം. അപ്പോഴാണ് എനിക്കൊന്ന് പല സിനിമകളിലും ഈ അന്യഭാഷ സിനിമകൾ മലയാളത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ ട്രോളുകൾ കൂടുന്നത് അതുകൊണ്ടായിരിക്കും അല്ലെ? ഈ ലിപ്സിങ്ങിനൊപ്പം നമ്മൾ ഈ പുട്ടിന് വീര പോലെ മറ്റേ അഡീഷണലി ചേർത്ത് കൊടുക്കുമ്പോഴത്തേനുള്ള ഒരു ചെറിയ പ്രശ്നം കാരണം കുറെ ട്രോളുകൾ വരും. പക്ഷെ എനിക്ക് ഇതിനകത്ത് അത്ര അടിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അതൊരു വലിയ ചലഞ്ച് അല്ലേ ഇതിങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഈ പ്രോസസ്സ് 2 സ്റ്റേജിലാണ് നടക്കുന്നത്. ഒന്ന് സ്ക്രിപ്റ്റിംഗ് സമയത്തും ഒന്ന് ഡബ്ബിംഗ് സമയത്തും. ഡബ്ബിംഗ് സമയത്ത് അത് ലീഡ് ചെയ്യുന്നത് ഡബ്ബിംഗ് ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് സമയത്ത് തീർച്ചയായിട്ടും അത് ചലഞ്ചിങ് ആണ്. കാരണം ഓരോ സിനിമയിലെ പ്രമേയങ്ങൾ വ്യത്യാസമാണ്, ക്യാരക്ടേഴ്സൊക്കെ പല രീതിയിൽ. ഇപ്പോൾ കൽക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 2 കാലഘട്ടം ഉണ്ടെങ്കിൽ പോലും ആ 2 കാലഘട്ടത്തിൽ എസ്പെഷ്യലി വരുമ്പോൾ നമ്മൾ ഈ 874 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള 2898 ജീവിക്കുന്ന ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിനെല്ലാം വേറെ ലാംഗ്വേജ് സ്റ്റൈലാണ്, വേറെ ഡെലിവറിയാണ്, വേറെ ഒരു കൾച്ചറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ഡൈനമിക്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ലാംഗ്വേജിനെയും കൂടെ, അതായത് ഓരോ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുറത്തു പോകാതെ എഴുതണം എന്നുള്ളൊരു കൺസ്ട്രെയിനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലിപ്സിങ്ക് മാത്രമല്ല, മീറ്ററും ലിപ്സിങ്കും ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ദെയർ. പക്ഷേ അവരുടെ ഒരു ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലാംഗ്വേജിൽ ഇപ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കും, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഏത് വാക്ക് ഉപയോഗിക്കും. ഇപ്പോൾ അതിൽ മൂവി കണ്ടതാണല്ലോ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദം സാർ ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്. ഓക്കെ, ഒരു ഫണ്ണി ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ അവരും ഹീറോയും തമ്മിലുള്ള ഭയങ്കര എന്താ പറയുക രസകരമായിട്ടുള്ള കോൺവെർസേഷൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ തെലുഗുവിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ബിറ്റ്, തെലുഗുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രേ മല്ലി മന മാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലി മന മാട്ട, എടാ വീണ്ടും നമ്മുടെ കാര്യം. ഇതാണ് അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അത്രേ ഉള്ളൂ, മല്ലി മന മാട്ട. അപ്പോൾ ഈ സംഭവം നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ എടാ വീണ്ടും നമ്മുടെ കാര്യം എന്ന് എഴുതിയാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, അർത്ഥമില്ല. ആ ക്യാരക്ടർ എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അത്രയും നേരം വന്നൊരു ഇമോഷണൽ പ്ലോട്ടോ ഒന്നും അതിൽ കണക്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം, ഇദ്ദേഹം ഇത് എത്ര ലെങ്ത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞ് ഈ ലിപ്പ് പോകുമ്പോൾ ലിപ്പ് എവിടെയൊക്കെ ക്ലോസ് ആവുന്നുണ്ട്, എവിടെയൊക്കെ ഓപ്പൺ ആവുന്നുണ്ട് എന്നുള്ളൊരു സംഭവം. ഈ 2 സംഭവമാണ് ഇനീഷ്യലി. രണ്ടാമത്തെ കാര്യം, അത് പറയുമ്പോൾ ആ സീനിൽ ആ ക്യാരക്ടറിനൊരു ഇമോഷനുണ്ട്. അതായത് ഇദ്ദേഹം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, മടുത്ത് ഫെഡപ്പായിട്ട് അവസാനം എങ്ങനെയെങ്കിലും ഈ 18ാം തടവ് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം, ഒരു കോൺവെർസേഷനാണ് അവിടെ തുടങ്ങുന്നത്. ആ തുടങ്ങുമ്പോൾ ഈ ഫ്രസ്ട്രേഷനും മടുപ്പും എല്ലാം അദ്ദേഹം കടിച്ചു പിടിച്ചിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സമയം വരുമ്പോൾ നമ്മളവിടെ ഞാനൊരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെയും ചോദിക്കാം. അപ്പോഴാണെങ്കിലും മല്യമനം മാട്ടാൽ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞാലൊക്കെ ലിപ്പ് ഓക്കെയാണ്. പക്ഷെ അവിടെ ആ ക്യാരക്ടർ ഇരിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, മടുത്തിരിക്കുന്ന ഒരു ഇമോഷൻ. അതേസമയം ഇതൊരു ഫണ്ണി ക്യാരക്ടറാണ്. അപ്പോൾ ആ ഫണ്ണി ക്യാരക്ടർ
എടാ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോഴാണ് ആ ഇമോഷൻ, അയാളുടെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ലിപ്സിങ്കിനും മീറ്ററിനും അപ്പുറം നമ്മൾ ക്യാരക്ടറിനെ മനസ്സിലാക്കി അവരെന്ത് പറയും. ഇപ്പോൾ ഈ പറയുന്ന ക്യാരക്ടർ തന്നെ ചിലപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ആ രീതിയിൽ ഒരു വാക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, കാഷ്വൽ ആക്കാം, വളരെ കാഷ്വൽ ആക്കാം. പക്ഷേ ഈ ക്യാരക്ടറിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇദ്ദേഹം എടാ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക എന്ന് പറയില്ല, കാരണം പുള്ളി ഒരു കാഷ്വൽ ക്യാരക്ടറാണ്. അപ്പോൾ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക എന്നേ പറയുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് സ്റ്റൈലിൻ്റെ ഉള്ളിൽ അത് നിൽക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അത് എഴുതുന്നത്. പക്ഷേ എഴുതി കഴിഞ്ഞ് ഇത് ഡബ്ബിംഗ് ടേബിളിൽ വരുമ്പോൾ, അപ്പോൾ ഡബ്ബിംഗ് ഡയറക്ടേഴ്സ് അത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആ ആർട്ടിസ്റ്റിന് അതിൽ ഏതെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ഒരു പ്രൊനൗൺസിയേഷനിൽ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സ്പീഡ്, ഒരു പാറ്റേൺ ഉണ്ടാവും, ഒരു ഡയലോഗിന് ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേണിൽ അത് സിങ്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോൾ അതിലെ ഒരു വാക്ക് മാറ്റേണ്ടി വരും. ആ മാറ്റുന്ന വാക്ക് ഇതിലൊരിക്കലും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആവരുത്. അത് കഥയും ഇതൊന്നും മാറിപ്പോകാതെ അതിന് പകരം നമുക്ക് വെക്കാൻ നമ്മുടെ കയ്യിൽ വൊക്കാബുലറി വേണം. അപ്പോൾ അത് ചിലപ്പോൾ ഡബ്ബിംഗ് ഡയറക്ടർ ചിലപ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഞാൻ ഡബ്ബിംഗ് പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഇരിക്കാറുണ്ട്, കാരണം എന്തെങ്കിലും ഇതുപോലെ ചേഞ്ചസ് ഒക്കെ വരുമല്ലോ. പിന്നെ അതുപോലെ ഈ മൂവിയിലാണെങ്കിലും നമ്മൾ മെയിൻ മൂവി ലോക്ക് ആവാത്തതുകൊണ്ട് ഏത് അർദ്ധരാത്രിക്കാണ് എന്ത് ചേഞ്ചാണ് മെയിൻ മൂവിയിൽ വരാമെന്ന് അറിയില്ല. ഏത് സീൻ ആഡ് ചെയ്തു, ഏത് സീനിൽ ഡയലോഗ് മാറ്റി, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ത്രൂ ഔട്ട് പ്രോസസ്സ് ഇരിക്കാറുണ്ട്. അപ്പോൾ അത്തരം ചേഞ്ചസ് വരുമ്പോൾ ഒന്നെങ്കിൽ അതൊരു പെട്ടെന്നുള്ളൊരു ക്രിയേറ്റീവ് കോളായിരിക്കും ഡബ്ബിംഗ് ഡയറക്ടർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ആലോചിച്ചിട്ട് ഓക്കെ ഇങ്ങനെ പറഞ്ഞാൽ നല്ലതായിരിക്കും ചിലപ്പോൾ അത് ആർട്ടിസ്റ്റിന് അത് മാറ്റി കൊടുക്കും. അപ്പം അത്രയും കാര്യങ്ങൾ പ്രോസസ്സിനകത്ത് നടക്കുന്നുണ്ട്. ചേച്ചി ഇത് പറഞ്ഞിട്ടുണ്ടപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം അറിയാം, നമ്മളിങ്ങനെ ഇവിടെ ഇന്നലെയൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് സംസാരിച്ചൊരു കാര്യമുണ്ട്. അതായത് ഓക്കെ കൽക്കി നമ്മൾ ഓരോ പടം ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കല്ലോ ആരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ഓക്കെ ആരെയൊക്കെ സോഴ്സ് ചെയ്യണം. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ തമാശ നീ അമിതാഭ് ബച്ചനെ വിളിക്കുക സ്നേഹ മോൽറാവ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫണ്ണായിട്ട് പറയണം. കാരണം നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ മറ്റേ മുക്കി മൂളിയൊക്കെ പറയുന്ന പോലെ അപ്പോൾ അത് ഭയങ്കര ഫണ്ണായിട്ട് സംസാരിച്ചു വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേ ഫൺ സാധനം ആസ് എ മലയാളി എന്നുള്ള രീതിയിൽ നമ്മളിത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സമയത്തും ഒക്കെ നമ്മളിലേക്ക് വരും അല്ലേ. അതായത് അവിടെ പറഞ്ഞൊരു കാര്യം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേന് ഇത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ഇനി ഇതിന് ഏത് വാക്ക് നമ്മൾ വെക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഓഫ്കോഴ്സ് നമ്മൾ മലയാളികൾ നമ്മുടെ ഒരു സ്വഭാവമാണ്, പക്ഷേ ഇതിനി നമ്മൾ വാക്ക് കണ്ടുപിടിക്കണമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഡബ്ബിങ്ങിലേക്ക് വരുമ്പോഴാണെങ്കിലും അവിടെ കുറെ ഫൺ മൊമെന്റ്സ് കാണും അല്ലേ. കാരണം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് മാറ്റിത്തരാമോ ഇതെന്ത് അങ്ങനെ കുറെ ഫൺ കോമഡി മൊമെന്റ്സ് ഒക്കെ ഉള്ള. അപ്പൊ അങ്ങനെയൊക്കെ കടന്നു വരാറില്ലേ കോമഡി മൊമെന്റ്സ് എന്ന് പറയുന്നത്? ബേസിക്കലി നമ്മുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തെല്ലാം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക ഡയലോഗിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ റീസണിൻ്റെ പേരിലോ അവർക്കൊരു പ്രശ്നം വരുന്നില്ല. അവിടെ ആകെ ഇത് വരുന്നത് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ സ്ലിപ്പ് ഓഫ് ടങ്ക് പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒറ്റ ടേക്കിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പം അങ്ങനെയുള്ള ചില തമാശകളുണ്ടാവും. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ആ തെറ്റിപ്പോകുന്നതിൽ ചിലപ്പം അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് വേറെ അർത്ഥമുള്ള അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു വാക്കിന് അർത്ഥം വരുന്ന അതുപോലുള്ള സ്ലിപ്പുകൾ ചിലപ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ സംഭവിക്കും. അങ്ങനെയുള്ള ഫണ്ട് ഉണ്ടാവാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ കൽക്കി ഒരു 10 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി ഡബ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു. വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആയിരുന്നു. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതുപോലെ ഫണ്ട് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഡബ്ബിംഗ് ഡയറക്ടേഴ്സും ഞാനും അതുപോലെ ആർട്ടിസ്റ്റൊക്കെ ഇരുന്നിട്ട് ഇതുപോലെ ഫണ്ട് ഉണ്ടാകുമ്പോൾ ചിരിക്കുമല്ലോ. അപ്പോൾ ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഡബ്ബിംഗ് ഡയറക്ടർ ചോദിക്കും ഇത്രയും ഒരു ടെൻഷനിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? അപ്പോൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ മൊമെൻറ്റും ചെയ്യുന്നത്. അപ്പോൾ ഡബ്ബിങ് എഴുതുന്ന സമയത്താണെങ്കിലും ചിലപ്പം ഞാൻ എഴുതുന്ന സമയത്തും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ചിരിക്കാറുണ്ട്. പക്ഷെ അതിവിടെ വർക്കാവില്ല, ചിലപ്പോൾ ആ സീനിൽ വർക്കാവില്ല. പക്ഷെ ചിലപ്പോൾ വെറുതെ സങ്കല്പിക്കും അതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ സങ്കല്പിക്കും. അപ്പോൾ മൊമെന്റ്സ് നമുക്ക് വർക്കിൻ്റെ ഇടയിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് വർക്കിംഗ് ആയതുകൊണ്ട് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അത് ആർട്ടിസ്റ്റുകളും ഞങ്ങളും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഈ സ്ക്രിപ്റ്റിന്റെ ഈ ഒരു എഴുത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ ഡബിങ്ങിന്റെ സമയത്തൊക്കെ ഏറ്റവും അതായത് നമുക്ക് ഏറ്റവും ഫണ്ണായിട്ട് തോന്നിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു സീനോ കാര്യങ്ങളോ കാണുമല്ലോ എഴുതി വരുമ്പോൾ തന്നെ. കാരണം അവിടുത്തെ ചിലപ്പം മീനിങ് വേറെ ആയിരിക്കും, ഇവിടേക്ക് വരുമ്പോൾ അത് എങ്ങനെയും ഒക്കെ മീനിങ്ങിലേക്ക് കൊണ്ട് എത്തിക്കണം. അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഏറ്റവും ഒരു ഫണ്ണായിട്ട് തോന്നിയ ഒരു സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോർഷൻ ഉണ്ടോ?
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പലതും എനിക്ക് പ്രഭാസ് സാറ് പറഞ്ഞിരിക്കുന്ന ചില ഡയലോഗ്സ് എക്സ്പ്രഷൻസ് ഒക്കെ ഇപ്പോൾ എന്താ പറയുക ഭയങ്കര കാഷ്വലായിട്ട് തെലുഗുവിൽ പറയുന്ന പല കാര്യങ്ങൾ സെൽഫ് ടോക്ക് ഒക്കെയാണ് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ പിറുവിറുക്കുമല്ലോ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പം അത് പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ, സട്ടിൽ എക്സ്പ്രഷൻസിൽ ആ ബോഡി ലാംഗ്വേജിലൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും ചിരി വരും. അപ്പം ആ സംഭവം നമ്മൾ ചിലപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ അത് വർക്ക് ആവണം എന്നില്ല. അപ്പം അത് അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ പലതും ഇതായിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ എന്താ പറയുക, തെലുഗുവിൽ വളരെ കാഷ്വലായിട്ട് കൊള്ളാം കൊള്ളാം, കളറായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് അതപ്പോൾ അത് കൊള്ളാമല്ലോ, ഇത് യൂസ് ചെയ്യാം എന്ന് തോന്നി. അത് അങ്ങനത്തെ ചില ബെറ്റർമെൻറ്റ്സ് ചെയ്യാറുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ കുറേ ഞാൻ സങ്കല്പിക്കും. ചിലപ്പോൾ ഞാൻ സ്ക്രിപ്റ്റിലൊക്കെ കുറച്ച് സമയം അധികം എപ്പോഴെങ്കിലും ഇൻ്റർഫിയറൻസ് വരുന്നത് അജിത്തായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറയും, ഇത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ പുള്ളി ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്തിട്ട് വരും, അത് ഇങ്ങനെ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന്, പക്ഷെ നല്ല കൂവും കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ണി ടോക്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിലൊരു വേറെ കൽക്കിയിലുണ്ടായ വേറൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈദരാബാദിൽ നിന്ന് കോണ്ടന്റുമായിട്ട് വൈജയന്തി മൂവീസ് എന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ കൂടെ ത്രൂ ഔട്ട് പ്രോസസ്സ് ഉണ്ടാവും. അപ്പം സാത്വിക് എന്ന് പറയുന്ന ഒരു ആളാണ്. അപ്പോൾ പുള്ളി ഇപ്പം ഞാൻ എഴുതുമ്പോഴൊക്കെ പുള്ളി അവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യും. ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കുമല്ലോ, പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ഞാൻ എക്സ്പ്രഷനോട് കൂടിയൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കും. അപ്പോൾ ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അവർ കാണാതെ ഇങ്ങനെ സൈഡിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പുള്ളി കണ്ട്. അപ്പോൾ കണ്ടിട്ട് പിന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞ് ഒരു ദിവസം എൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഡയലോഗ് ലിപ്സിങ്കും മീറ്ററും നോക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുകയാണ്, എഴുതുന്നതിൻ്റെ മുൻപേ പറഞ്ഞു നോക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ആ ഫസ്റ്റ് ഒരു ഡേ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലാണ് പുള്ളി ഇരുന്നത്. പിന്നെയാണ് പുള്ളിക്ക് മനസ്സിലായത് ഇതാണ് കാര്യം. അത് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചേച്ചി ഇതിനകത്ത് മൃണാളിന്റെ ഒരു ക്യാരക്ടറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് നമുക്കൊന്ന് ലൈവായിട്ട് പെർഫോം ചെയ്ത്? അയ്യോ, മൃണാളിന്റെ ക്യാരക്ടർ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ അതുണ്ടാവില്ല. നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ആ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ഇമോഷൻ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ആ സിറ്റുവേഷൻ അറിയാം, അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്. ഇപ്പോൾ മൃണാൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഭയങ്കര ഹെവി ഡെപ്ത് ഓഫ് ഇമോഷനുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ സീൻസും അങ്ങനെയാണ്, പെട്ടെന്ന് വന്ന് ആ പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് നമ്മൾ ലൈവായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സംഭവം കിട്ടില്ല. അയ്യോ, അതൊരു ട്രാപ്പായിരിക്കും. കാരണം നമ്മൾ ആർട്ടിസ്റ്റിനെ കണ്ട് ചെയ്യുന്ന ഡബ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളത്. അയ്യോ, എന്തുകൊണ്ടും കാണിച്ചു, ഒരു പ്രശ്നമില്ല. അത് വേണ്ട, അത് ചെയ്താൽ ശരിയാവില്ല. കാരണം അത് വളരെ ഞാനത് വോയിസ് ഭയങ്കര പിടിച്ച് വളരെ ലൈറ്റാക്കിയിട്ട് ആ പുള്ളിക്കാരിയുടെ അപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, പുള്ളിക്കാരി വളരെ ക്ഷീണിതയാണ്, ആ ഒരു ബോഡിയിലേക്ക് ഇതായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു രസം നമ്മൾ കളയണ്ട. ഓക്കെ. അപ്പോൾ ചേച്ചി ഈ ഡബ്ബൊക്കെ ചെയ്യുമ്പോഴേ ഞാനിങ്ങനെ നേരത്തെ ഈ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉള്ളപ്പം ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവർ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ സീനനുസരിച്ച് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്ന സീനാണെങ്കിൽ അന്നത്തെ സമയത്ത് ചിലപ്പോൾ ബഡ്ജറ്റ് ഒന്നും കാണത്തില്ല. ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം കൊടുക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഫുഡൊന്നും ചിലപ്പോൾ കൊടുക്കില്ല. ഇവർ പേപ്പർ മറ്റേ ചുരുട്ടി വരെ അല്ലെങ്കിൽ മുറിച്ച് കുതിർത്തൊക്കെ വായിലിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഫുഡിൻ്റെ സമയത്തൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുന്ന സീനൊക്കെ പേപ്പർ ചവച്ച് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എനിക്കൊന്നും ഇപ്പം അത്രയും ബുദ്ധിമുട്ട് വരില്ല. എങ്കിൽ പോലും നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാണുമല്ലോ, അതെന്തൊക്കെയാണ് മെയിനായിട്ട് ഡബ്ബിങ്ങിലേക്ക് വരുമ്പോൾ? ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഒരുപാട് അത്രയും ആധികാരികമായിട്ട് പറയാൻ എനിക്ക് ഒരു അടിസ്ഥാനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഡബ്ബിങ്ങിലേക്ക് വന്നിട്ട് ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൻ്റെ ഇടയിലുള്ള എക്സ്പീരിയൻസസ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ചില ക്യാരക്ടേഴ്സ് ഒരുപാട് നേരം, അതായത് ഇപ്പം ആദർശിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ വോയിസ് 2 കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ അധികം ബേസ് ഉള്ളൊരു വോയിസാണ് ആദർശ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ വോയിസ്.
അപ്പോൾ അത് നമ്മളിങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ ഇത്രയും ഏജ് ആയ ഒരു ക്യാരക്ടറാണ് അമിതാഭ് സാർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏജിലേക്ക് പിടിച്ച് കുറേ മണിക്കൂറുകളാണ് അവർ ഡബ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പം അജിത്ത് ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും അരുൺ ചെയ്ത പ്രഭാസിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ അവർ ആ ക്യാരക്ടറിനെ, ഇത് ആർട്ടിസ്റ്റ് അല്ല, അവിടെ ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ്, അവർ ചെയ്തിരിക്കുന്ന മോഡുലേഷൻ, പ്രഭാസ് ഇത്തവണ ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഡബ്ബിങ്ങിൻ്റെ സ്റ്റൈലേ വേറെയാണ്. പുള്ളിയുടെ വോയിസ് അല്ലെങ്കിൽ പുള്ളി അതിൻ്റെ വോയിസിൻ്റെ ഡെപ്ത്ത്, അതിലേക്ക് പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന ഡൈനാമിക്സ് ഒക്കെ വേറെ തന്നെയാണ്. അപ്പോൾ അത് ഈ ആർട്ടിസ്റ്റുകൾ, ഇത്രയും സീനിയറായ ആർട്ടിസ്റ്റുകൾ അത് പിടിച്ച് കുറേ മണിക്കൂറുകൾ അവർ ആ വോയിസ് പിടിച്ച് അതിലേക്ക്, ആ മീറ്ററിലേക്ക്, അതായത് അവരുടെ പെർഫോമൻസ് മീറ്ററിലേക്ക് എത്തിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ബോഡി സ്ട്രെയിൻ ആണ്. കാണുമ്പോൾ ഇവിടെ നിന്നാണ് സംഭവം വരുന്നത്, പക്ഷേ ദ ഹോൾ ബോഡി ആൻഡ് മൈൻഡ് ഇത് അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട്. കാരണം കുറേ മണിക്കൂറുകളാണല്ലോ ഇത് ചെയ്യുന്നത്. ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇത്രയും വലിയ ലെങ്തി ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ കുറേ മണിക്കൂറുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നല്ല സ്ട്രെയിനുണ്ട്. ആ സ്ട്രെയിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ ഷൗട്ട് ചെയ്യുന്നത്, ഫൈറ്റ് സീൻസൊക്കെ വരുമ്പോൾ ഷൗട്ട് ചെയ്യുന്ന അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ വോയിസൊക്കെ പോവും. വോയിസൊക്കെ പിന്നെ വോയിസ് ക്രാക്ക് വന്നിട്ട് പിന്നെ ചിലപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റില്ലായിരിക്കും. അതുപോലെയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒരുപാട് ഞാൻ കണ്ട കാര്യങ്ങളാണ്, കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിപ്പോൾ എനിക്കാണെങ്കിലും ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ മൃണാളിൻ്റെ ചെറിയൊരു ക്യാരക്ടറാണ്. ചെറിയ മീൻസ് ചെറിയ സ്പേസ് ഉള്ള ക്യാരക്ടർ, പക്ഷെ അതിനകത്ത് ഉള്ള ഇമോഷൻസ് ഡീപ്പാണ്. ആ ഇമോഷൻസ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വോയിസ് ക്ലാരിറ്റി വേണം, പറയുന്ന വേർഡ്സിന് ക്ലാരിറ്റി വേണം, അത് കൺവേ ആവണം. എന്നാൽ ഇമോഷൻസ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇതൊക്കെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇത്രയും അവേഴ്സ് ബോഡി മൈൻഡ് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി ചെയ്യുന്ന ഒരു കാര്യമാണ് ഡബ്ബിങ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ, ഭാഗ്യലക്ഷ്മി ചേച്ചിനെ പോലത്തെ ആൾക്കാർക്ക് നമ്മളൊന്നും ചിലപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് കാണും. ഇപ്പോൾ ഇതിൽ ചേച്ചി ഓൾറെഡി ഇടയ്ക്കൊരു പോയിന്റ് പറഞ്ഞു, അതായത് നമ്മുടെ സ്ക്രിപ്റ്റും അതേപോലെ ഡയലോഗ് ഡെലിവറിയും ഡബിങ്ങും കോംപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞു. അത് രണ്ടും ഓക്കെ ആയിട്ട് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. എനിക്കത് പലപ്പോഴും മുമ്പേ സംസാരിച്ചുള്ള ട്രോളുകൾ വരുന്ന ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം ചിലപ്പം ഇതിന്റെ സ്ക്രിപ്റ്റിൽ വരുന്ന ഡയലോഗ്സ് വളരെ മോശമായിട്ടുള്ളതാവാം. അപ്പൊ ഇത് സിങ്ക് ആയി പോകത്തില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവം ഔട്ട് വരില്ല. പക്ഷെ ഇത് അപ്പം ഭയങ്കര ഒരു വലിയൊരു പ്രോസസ്സാണ്. ഈ സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ട് നല്ല ലാംഗ്വേജിൽ, നല്ല ഭാഷയിൽ മലയാളം കണക്റ്റഡ് ആയി, മലയാളികൾക്കൂടെ കണക്റ്റഡ് ആയി വരണമെങ്കിൽ. അപ്പൊ ചേച്ചിയുടെ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ സൈക്കോളജി അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതും വളരെയധികം ഹെൽപ്ഫുൾ ആണോ ഇത് ചെയ്യുമ്പോഴോ ഒക്കെ? എനിക്ക് സ്ക്രിപ്റ്റിങ്ങിൽ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എൻ്റെ മെയിൻ പ്രൊഫഷനിൽ. ഞാൻ ബേസിക്കലി ഒരു ബിസിനസ് കോച്ച് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 10-18 വർഷത്തിനുള്ളിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലാ കൾച്ചറിലും, എല്ലാ ലാംഗ്വേജിലും, എല്ലാ എന്താ പറയുക സോഷ്യൽ സ്റ്റാറ്റസിലും ജീവിക്കുന്ന ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രാക്ട് ചെയ്യുക മാത്രമല്ല, അവരുടെ പേഴ്സണൽ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് അവർ പല കാര്യങ്ങൾ അവരെ ഇൻ്റർഫിയർ ചെയ്യേണ്ട സിറ്റുവേഷൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ മനുഷ്യരുടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാനും ഇതെല്ലാം സൈക്കോളജിയാണ് അല്ലെ. ഒരു ക്യാരക്ടറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആ ആളുടെ ഒരു പേഴ്സണൽ മൈൻഡ് സൈക്കോളജിയാണ്. അപ്പോൾ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കുമ്പോൾ ഓക്കെ ഇത് ഇത്രയും ഇമോഷൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്, ആ ക്യാരക്ടർ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കൂ, വേറൊന്നും സംസാരിക്കില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ വരണം. അത് ഡയലോഗ് എഴുത്തിന് ഒരു നമുക്ക് തരുന്ന ഒരു സ്ട്രക്ചറാണ്. ഇപ്പോൾ ചിലത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ഡബ്ബിങ് ഡയറക്ടർ അപ്പോൾ ഈ വാക്ക് മാറ്റി നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, കാരണം ലിപ്പ് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു മൈന്യൂട്ട് പോയിൻ്റൊക്കെ ലിപ്പ് നമ്മൾ ഇതാവാത്തത് ഉണ്ടാവും എഴുതുമ്പോൾ. അപ്പോൾ അവരത് മാറ്റുമ്പോൾ അവർ ചോദിക്കുന്നത് അപ്പം ഞാൻ പറയില്ല ആ ക്യാരക്ടർ അങ്ങനെ സംസാരിക്കില്ല. അത് എനിക്ക് അവരോട് പറയാനുള്ള ഫ്രീഡം ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ മൂന്നുപേരും കൂടെ ആലോചിച്ചിട്ടായിരിക്കും അത് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഈ കൾച്ചറൽ ഡിഫറൻസ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല നാട്ടിലും പല രീതിയിലുള്ള യൂസേജസ്, ഫ്രേസസ്, ഇഡിയംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ സംസാരിക്കുന്നത് ഏത് സിറ്റുവേഷനിലായിരിക്കും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ആ ആൾക്കാരെ നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് എഴുത്തിലേക്ക്. അപ്പോൾ അതിന് പകരം ചിലപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ല്, ഒരു സിനിമയിൽ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് വിചാരിക്കുക, ആ പഴഞ്ചൊല്ലിന് ഈക്വൽ ആയിട്ടൊരു പഴഞ്ചൊല്ല് ചിലപ്പോൾ മലയാളത്തിലുണ്ടാവില്ല.
അതിനെ ഞാൻ ഡബ് ചെയ്ത് വെച്ച്, അതായത് അതേപോലെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ട്രോൾ വരും. അപ്പം അതിലും നല്ലത് ചിലപ്പോൾ ആ പഴഞ്ചൊല്ല് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് പുതിയൊരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഡയലോഗ് ഒരിക്കലും ക്യാരക്ടറിനോ സിറ്റുവേഷനോ മൂവിന്നോ പുറത്തു പോകാൻ പാടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ടെക്നിക്കാലിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ఇപ്പം నేను ఒక మాట చెప్తాను, నువ్వు ఇక్కడ లేదనుకో, ఓకే, ఇక్కడ కూర్చొని నన్ను మాట్లాడుతున్నాను అనుకో, ఇప్పుడు వేరే ఒక విషయం చెప్పాలంటే ఏం చెప్పాలి? చెప్పు చెప్పు స్నేహ, చెప్పు. చెప్పറിയില്ല. അപ്പോൾ ഇതിപ്പോൾ സ്നേഹയുടെ റിയാക്ഷനാണ്, ഇത് എനിക്കറിയില്ല എന്നുള്ള റിയാക്ഷൻ. ഓക്കെ, ഇതേ കാര്യം വേറൊരാൾ ഒരു ക്യാരക്ടറിനെ സങ്കല്പിക്കുക, ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കും. ഇപ്പോൾ സ്നേഹ എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞാൽ അയ്യോ എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. വേറൊരാളാണെങ്കിൽ എന്ത് ചോദിക്കും? വേറൊരു ചോദ്യം ചോദിച്ചേ അതിന് പകരം. എന്ത് ചോദിക്കും? ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു, ഓക്കെ, ഒന്നും മനസ്സിലായില്ല, അപ്പോൾ തിരിച്ച് റെസ്പോൺസ് ഒരു ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന റെസ്പോൺസ് എന്തായിരിക്കും? അങ്ങനെയൊക്കെ പറയില്ലേ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല അല്ലേ. ഇതേ സാധനം ഇപ്പോൾ ഒരു വളരെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനായ ഒരു ക്യാരക്ടർ, ഓക്കെ, കുറച്ച് ഫൺ എലമെൻറ്റും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ. അദ്ദേഹം എല്ലായിടത്തും തമാശ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, നീ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത് എന്ന് ചോദിക്കും അല്ലേ. കുറച്ചും കൂടി ഭയങ്കര ഇമോഷണൽ ഡെപ്തുള്ള ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറയും അല്ലേ. കുറച്ച് ഉള്ളിൽ ആങ്കറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കും അല്ലേ. ഇതൊന്നുമല്ല, നമ്മൾ വിചാരിക്കുക ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സേതുരാമയ്യറിന് ഒരു ലെവലിലുള്ള ഒരു ക്യാരക്ടർ വിചാരിക്കുക. ഈ സമയത്ത് അദ്ദേഹം ഒരുപാട് സംസാരിക്കില്ല ഇല്ലേ. അദ്ദേഹം എന്താ പറയുക, മനസ്സിലായില്ല എന്ന് മാത്രമേ പറയുള്ളൂ അല്ലേ. അത്രേ പറയുള്ളൂ, മനസ്സിലായില്ല എന്ന് പറയും. അല്ലെങ്കിൽ കമഗേൻ എന്ന് പറയും. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ കമഗേൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് സ്റ്റൈല് ഓരോ ക്യാരക്ടറിനും ഉണ്ട്. ആ ലാംഗ്വേജിനുള്ളിൽ നിന്നേ ആ ക്യാരക്ടർ സംസാരിക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിയൻസിന് അവിടെ ഇത് വേറെന്തോ ആണല്ലോ പറയുന്നത് എന്ന് ഫീൽ ചെയ്യും. ആ ഫീലിംഗ് വരാതെ നോക്കാനുള്ളൊരു ടെക്നിക്കാലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിംഗ് നടക്കുന്നത്. ഇതേ സംഭവം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതിയെന്ന് വിചാരിക്കാം. പക്ഷേ ഡബ്ബിംഗ് ടേബിളിൽ വരുമ്പോൾ ഡബ്ബിംഗ് ഡയറക്ടർ അത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം ആ എഴുതി വെച്ച ഡയലോഗ് ആർട്ടിസ്റ്റിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് വിടും. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ഡബ്ബിംഗ് ഡയറക്ടേഴ്സ് ആകുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഇമോഷൻ ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും. അത് ഇങ്ങനെയും കൂടെ പറയണം. അല്ലെങ്കിൽ ഈ ക്യാരക്ടറുടെ ബോഡി, ഇപ്പോൾ ആദർശിൻ്റെ തന്നെ ഏജ് ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഏജ് കുറച്ച് എവിടെയെങ്കിലും ഒരു വാക്കിലൊക്കെ വിട്ടുപോകും, കുറച്ച് യങ് ടോൺ വരും. അപ്പോൾ പറയും ചേട്ടാ അത് അവിടെ ഏജ് പോയിട്ടോ, ഒന്നും കൂടെ എടുക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ മാറ്റി എടുപ്പിക്കുക. അതേപോലെ തന്നെ ചിലത് അവർക്ക് പറയാൻ പറ്റുന്നില്ല, അപ്പോൾ അവിടെ ചിലപ്പോൾ പെട്ടെന്നൊരു ചെറിയ ഒരു ചേഞ്ച് ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു അക്ഷരത്തിൽ മാറ്റം വരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്രിയേറ്റീവായിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡബ്ബിംഗ് ഡയറക്ടേഴ്സിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നല്ല സ്ക്രിപ്റ്റ് കൊടുത്താൽ ഡബ്ബിംഗ് നന്നാവണമെന്നില്ല. ഡബ്ബിംഗ് നന്നാവണമെങ്കിൽ സ്ക്രിപ്റ്റും നന്നാവണം, ഡബ്ബിംഗ് ഡയറക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ കോംപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്ക് ആ ഡയലോഗ്സിലൊക്കെ നല്ലോണം ഒഴുക്ക് തോന്നിയ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഭാസ്, അതേപോലെ ഹീറോയുടെ അച്ഛനായിട്ട് വന്ന സാറ്. അപ്പം ഇങ്ങനെയുള്ള പിന്നെ ആരായിരുന്നു, പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ തോന്നിയത് ഭയങ്കര ഈ ക്യാരക്ടേഴ്സിലെല്ലാം ഭയങ്കര മലയാളത്തിൽ വെച്ചാൽ ചേച്ചി പറഞ്ഞ പോലെ കുറെ ഫൺ സാധനങ്ങൾ നമുക്ക് കണക്റ്റഡ് ആവുന്ന. ചെറുപ്പക്കാരനാണോ? പിന്നെ അന്ന, ഓഫ് കോഴ്സ് അന്നയുടെ ക്യാരക്ടറിലും ഇതുപോലെ നമുക്ക് മലയാളം കുറെ കണക്റ്റഡ് ആവുന്ന എന്നുവെച്ചാൽ ഈ അച്ചടി ഭാഷ അല്ലാതെ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അത് കണക്റ്റഡ് ആയി. കാരണം കുറെ ഫൺ എലമെന്റ്സ്, കോമഡി ഒക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര രസമുണ്ടായിരുന്നു. ചേച്ചി അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, ഇപ്പൊ ചേച്ചിയുടെ ഒരു പ്രൊഫഷൻ ഒരു ബിസിനസ് കോച്ച്, ഒരു മോട്ടിവേഷൻ സ്പീക്കർ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇപ്പൊ ഇതിലേക്കൊക്കെ കടന്നു വന്നത്, ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഒരു ഡബ്ബിങ്ങിലേക്കൊക്കെ കടന്നു വന്നത്? ഞാൻ എഴുത്ത് ചെറുപ്പം മുതലേ എൻ്റെ കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ വളരെ വലിയ സ്കെയിലൊന്നും അല്ല, അത്യാവശ്യം കവിതകളും കഥകളും ആർട്ടിക്കിളുകളും ഒക്കെ അങ്ങനെയൊക്കെ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മളൊരു കോർപ്പറേറ്റ് ഒരു എൻവയറമെൻറ്റിലേക്ക് കടക്കുമ്പോൾ ആ എഴുത്ത് വേറെ രീതിയിലായിരിക്കും.
അപ്പോഴും എഴുത്ത് ഇഷ്ടമായതുകൊണ്ട് പല രീതിയിലുള്ള കോണ്ടന്റ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിനിങ് ഡെലിവറീസ് ആണെങ്കിൽ അതിന് വേണ്ട കോണ്ടന്റുകൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ആർട്ടിക്കുലേഷൻ ഞാൻ തന്നെയാണ് നോക്കാറ്. ഇപ്പോൾ ട്രെയിനിങ് കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ എനിക്കത് വളരെ നിർബന്ധമാണ് എന്തൊക്കെ ആയിരിക്കും അതിൽ പോകുന്നത് എന്നുള്ള സംഭവം. അപ്പോൾ അതിനൊരു മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ പോലും ആ ഒരു കോണ്ടന്റ് റൈറ്റിംഗ് എന്നുള്ളത്. പിന്നെ ലാംഗ്വേജസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 ലാംഗ്വേജസ് ഞാൻ ഫ്ലുവൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. അതായത് ഒബ്വിയസ്ലി മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു. കന്നഡ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, പക്ഷെ കണ്ടിന്യൂസ് ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ലാംഗ്വേജസ് ഒക്കെ ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷേ വേറെ ഒരു 6-7 ലാംഗ്വേജസ് എനിക്ക് കേട്ടാൽ മനസ്സിലാവും. അത് കുറച്ച് ലാംഗ്വേജ്, ഇപ്പോൾ മറാഠി, ബംഗാളി, പിന്നെ ഗുജറാത്തി, പഞ്ചാബി, പിന്നെ കുറച്ചൊക്കെ ഭോജ്പൂരിയൊക്കെ കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പോഷർ വന്നതിന് ശേഷം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് നമ്മൾ പല കാര്യങ്ങൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെയാണ് ഒരു 2019 ഞാൻ കേരളത്തിലേക്ക്, ഞാൻ ഹൈദരാബാദിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു ഫ്രീലാൻസ് ട്രെയിനറായിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഫെമിലിയർ ആയതുകൊണ്ട് ഡബ്ബിങ് ചെയ്യാൻ വിളിച്ചു. അങ്ങനെ ഡബ്ബിങ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പിന്നെ അതിൻ്റെ ഇടയിൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പം ചെറിയ രീതിയിലൊക്കെ ആക്ടിങ് പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ എഴുത്തും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ വരാറുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് എഴുതി ഒരു വെബ് സീരീസ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ ഡബ്ബിങ് സ്ക്രിപ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും മുമ്പും 2-3 പ്രാവശ്യം അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ നമ്മളൊരു സംഭവം എഴുതി കൊടുത്താലും അത് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം അസോസിയേഷൻ വരാതിരുന്നത് കൊണ്ടാകാം ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ പിന്നീട് ഇങ്ങനെ 1-2 ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ അത് ചെയ്തപ്പോൾ ഞാനും അത് എന്താ പറയുക, ഡബ്ബിങ് സ്ക്രിപ്റ്റ് എന്നതിലുപരി ആ ഒരു റൈറ്റിങ്ങിനെ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് ഗ്രാജുവലി ഈ പറഞ്ഞ അജിത് അരുൺ അവരുമായിട്ടുള്ള അസോസിയേഷൻ വന്നത്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ 4-5 ലാംഗ്വേജസിൽ നിന്ന് അത്യാവശ്യം നമുക്ക് അറിയപ്പെട്ട ഒരു 10ഓളം മൂവീസ് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ പുറത്തൊക്കെയാണോ ജനിച്ച് വളർന്നത്? കാരണം ഞാൻ നോക്കുമ്പോഴത്തേന് തെലുങ്കുവിൽ കുറേ കൂടെ ഒരു പടങ്ങൾ ഞാൻ ഒരുപാട് കണ്ടു വർക്ക് ചെയ്തത്. ഇപ്പൊ ഖുഷി, സലാറ്, അപ്പൊ അങ്ങനത്തെ പടങ്ങളൊക്കെ നല്ല വലിയ പടങ്ങളാണ്. അപ്പം ചേച്ചി പുറത്താണോ ജനിച്ചു വളർന്നതൊക്കെ? അല്ല, ഞാൻ നല്ല പച്ച മലയാളിയാണ്. ഞാൻ ജനിച്ചു വളർന്നതും ഗ്രാജുവേഷൻ വരെ പഠിച്ചതും കോഴിക്കോടാണ്. എൻ്റെ സ്ഥലം, എന്താ പറയുക, എൻ്റെ നാട് കോഴിക്കോടാണ്. അതിനുശേഷം ഒരു 2009-10 ആ സമയത്തൊക്കെയാണ് ഹൈദരാബാദിലേക്ക് പോയത്. പക്ഷേ ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ലിസ്റ്റുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞ സിനിമകളൊക്കെ ഞാൻ കേരളത്തിലിരുന്ന് ചെയ്തതാണ്. ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷം ചെയ്തതാണ്. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു മൂവി ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നെങ്കിലും അതിലേക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. കാരണം ഞാൻ അവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നാഷണൽ ഹെഡായിരുന്നു. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഒരുപാട് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഫ്രീലാൻസ് പ്രൊഫഷൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് വന്ന് ചേർന്ന കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞതിൽ സലാർ എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ കോ-റൈറ്ററായിരുന്നു. ശങ്കർ സാറാണ് അതിൻ്റെ, ശങ്കർ സാറിൻ്റെ വർക്കാണത്. അതിൽ ഞാൻ കോ-റൈറ്ററായിട്ടാണ് ചെയ്തത്. അതൊക്കെ നല്ല എക്സ്പീരിയൻസുകളായിരുന്നു. അതൊക്കെ നമ്മൾ ലേണിംഗ് കർവ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മൾട്ടി ടാലന്റഡ് ആണ് നീരജ് ചേച്ചി. അപ്പോൾ സൂപ്പർ വുമൺ എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരുപാട് അവാർഡ്സും കിട്ടിയത് ഞാനിങ്ങനെ അറിഞ്ഞു. സൂപ്പർ വുമൺ അവാർഡ്സ് ഒക്കെ 2022-21 ഇങ്ങനെ കിട്ടിയെന്നൊക്കെ അറിഞ്ഞു. അപ്പം അത്രത്തോളം അച്ചീവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ലൈഫിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെ ഒരു ഇത്രത്തോളം ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാൻ ബാലൻസ് ചെയ്തൊക്കെ? ഇപ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ ഒരു ലൈഫ് എന്താ പറയുക, ആസ്പിറേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്യാൻ തന്നെ കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ എനിക്ക് ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് സെൽഫ് എക്സ്പ്ലോറേഷനാണ് നമ്മുടെ ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ലൈഫിൽ എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ടാവും, ചാലഞ്ചുകളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും
നമ്മൾ എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അത് പലർക്കും തിരിച്ചറിയാൻ പുറത്തുനിന്ന് ആരെങ്കിലും ചിലപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ആരെൻ്റെ അടുത്ത് ഒരു സപ്പോസ് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ആര് എൻ്റെ അടുത്ത് വരുമ്പോഴും ഞാൻ അവരോട് പറയും നമ്മൾ ആരാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. ആ തിരിച്ചറിയുന്നിടത്ത് പല കാര്യങ്ങളും മാറും. അപ്പോൾ അവരോട് പറയുന്ന ഈ സെൽഫ് എക്സ്പ്ലോറേഷൻ ഇല്ലേ, ആ സെൽഫ് എക്സ്പ്ലോറേഷൻ ഞാൻ ആദ്യം ചെയ്യണ്ടേ? അതെ. എൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ എൻ്റെ പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ആദ്യം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ആ ഒരു എക്സ്പ്ലോറേഷൻ നാച്ചുറലി വന്നതാണ്. ആ വന്നത് ഓക്കെ, എനിക്ക് ഇനിയും അതിൽ കാര്യങ്ങൾ ചെയ്യണം. എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും എല്ലാത്തിലും അത് എക്സൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാറുമുണ്ട്. അപ്പം മേ ബി അതിൻ്റെ റിസൾട്ട് ആയിരിക്കാം. ചേച്ചി ഇങ്ങനെ ഒരുപാട് ഫീൽഡിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളൊരു വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പോൾ ഡബ്ബിങ് ചെയ്യുന്നുണ്ട്, റൈറ്റിംഗ് ഉണ്ട്, ഇപ്പോൾ സ്പീച്ചിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ? ഇത് പൊതുവേ ഞാൻ ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടിലും രണ്ട് തരം ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ മൂവി ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ ഡബ്ബിങ്, ആക്ടിങ് അല്ലെങ്കിൽ റൈറ്റിംഗ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് അത് ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ഇറ്റ് ഇപ്പോൾ നല്ലതാണെന്ന് പറയും. ഇപ്പോൾ ഇന്ന് എന്നെ ഇവിടെ വിളിച്ചിരുത്തിയതിൻ്റെ കാരണം എന്താ? നല്ലതായതുകൊണ്ടാണ് അല്ലേ? അത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷനും സന്തോഷവുമാണത്. നേരെ മറിച്ച് മറ്റേതെന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ പറയുക, ഒരുപാട് നമ്മൾ മറ്റൊരാളെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. ഇപ്പം ഞാൻ നേഹയോട് ഒരു കൺസൾട്ടേഷൻ്റെ പേരിലോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ പേരിലോ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫൈനലി നേഹയാണ് പറയേണ്ടത് വെദർ ഐ ഹാവ് മൂവ്ഡ് യു ഓർ നോട്ട്, അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടായല്ലോ, അത് നേഹ പറയുന്നിടത്ത് എൻ്റെ ലൈഫ് എനിക്ക് ഫുൾഫിൽ ആയ പോലെയാണ് ഇതിനേക്കാളും. ഓക്കെ, പക്ഷെ അത് രണ്ട് തരം സന്തോഷമാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ മറ്റേത് ശരിക്കും ഞാനൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരാളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കി. ഇപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ട്രെയിനിങ്ങിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അപ്പം അവർക്ക് മറ്റൊരു മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ടാക്കാവുന്ന ചേഞ്ച് എത്രത്തോളം ഇമ്പാക്റ്റ്ഫുള്ളാണെന്ന് ടീച്ചേഴ്സും അല്ലെങ്കിൽ ഗുരു റോളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ വന്നിട്ട് ഇപ്പോൾ പറയണമൊക്കെ നിങ്ങളിപ്പോൾ ദൈവമാണ് ഇവിടെ കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റിയതെന്നൊക്കെ പറയുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടല്ലോ. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ചേച്ചി അപ്പോൾ അതേപോലെ ഞാൻ കൽക്കി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില സിനിമകൾ കാണുമ്പോഴേ ഈ ഫോറിൻ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ നമ്മുടെ ലാംഗ്വേജ് തന്നെ അങ്ങ് എടുത്തു കൊടുക്കും. അപ്പോൾ ഭയങ്കര കല്ലുകടിയാണ് അതല്ലേ? സിനിമയിലേക്ക് വരുമ്പോഴത്തേനും അത് നമുക്ക് ഒട്ടും ഡൈജസ്റ്റഡ് ആകത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് നമുക്ക് കുറേ ഇത് നമ്മൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ആ ലാംഗ്വേജ് തന്നെ വേണം, തമിഴാണെങ്കിൽ അത് അങ്ങനെ തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ പലപ്പോഴും വേറെ ഭാഷകളിലേക്ക് പോകുമ്പോഴത്തേനും അത് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് കൽക്കിയിൽ ഒന്ന് രണ്ട് സയന്റിസ്റ്റുകളുടെയും അങ്ങനത്തെയൊക്കെ ക്യാരക്ടേഴ്സിൽ പക്ക ഇംഗ്ലീഷ് തന്നെ പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അത് വേണമെന്ന് വെച്ച് തന്നെ ചെയ്ത പോലെ എനിക്ക് തോന്നി, അല്ലേ? അത് തെലുഗുവിൽ അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഫോറിൻ ആക്സെൻ്റ് ഉള്ള തെലുഗു ഡയലോഗ് ഡെലിവറിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളത് മലയാളത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആ എൻറ്റയർ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ് എല്ലാം ഇംഗ്ലീഷിൽ മീറ്ററും കാര്യങ്ങളൊക്കെ നോക്കി ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആ ഒരു ആക്സെൻറ്റോട് കൂടി ഡബ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ ഡബ്ബിങ് ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് പിന്നെ അതേ സാധനം ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഡയലോഗ് മാറ്റി ഇംഗ്ലീഷിലേക്ക് എഴുതി. ആ ഇംഗ്ലീഷിൽ എന്താണോ എഴുതിയത് അതിന് പിന്നെ മലയാളം സബ് ടൈറ്റിൽസ്, അപ്പോൾ മലയാളം സബ് ടൈറ്റിൽസും അങ്ങനെ ചെയ്തു. അപ്പോൾ അതൊരു ആ രീതിയിൽ വളരെ എന്താ പറയുക കോൺഷ്യസ് ആയിട്ട് എടുത്ത് ഞങ്ങൾ തീരുമാനിച്ച് ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ചേച്ചി മലയാളത്തിലാണെങ്കിലും എനിക്കൊന്നും ഡബ്ബ് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പവി കെയർ ടേക്കറിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഹീറോയിൻ അല്ലേ? അതെ അതെ. അതും ഭയങ്കര ഇമോഷൻ ഒക്കെ പിടിച്ച് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ, കാരണം സൗണ്ട് ചേഞ്ച് ചെയ്യണം, അതായത് ആ ക്യാരക്ടർ പിടിച്ചിങ്ങനെ ചെയ്യണമല്ലോ. അതിലെന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടോ ചേച്ചി? പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം വിനീത് കുമാർ പുള്ളിയാണ്, വിനീതേട്ടനാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അവർ രണ്ട് ക്യാരക്ടേഴ്സിന് അതിൽ കുറേ നായികമാരുണ്ട്. അപ്പോൾ അതിൽ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ വോയിസ് ഇങ്ങനെ നോക്കി തിരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ എന്നെ വിളിച്ചപ്പോൾ എന്താ പറയുക, ആദ്യം വേറൊരു ക്യാരക്ടറിനാണ് വോയിസ് എടുത്ത് നോക്കിയത്. പിന്നെയാണ് വിനീതേട്ടൻ പറഞ്ഞത് ഈ ക്യാരക്ടർ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് സ്വാതി കൊണ്ടയുടെ വോയിസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ രണ്ടോ മൂന്നോ മോഡുലേഷനിൽ ചെയ്തു. അപ്പോൾ അതിലൊരു മോഡുലേഷൻ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാർ പറഞ്ഞു നീരജ ഈ മോഡുലേഷനിലാണ് ചെയ്യേണ്ടത്, ഇത് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അപ്പം അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം പവി കണ്ട ആളുകളെല്ലാം തന്നെ അത് ആ നടിയുടെ വോയിസ് സ്വാതിയുടെ വോയിസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും നല്ല അപ്രീസിയേഷൻ അതാണ്. അത് എപ്പോഴും വരണമെന്നില്ല. അതായത് ചില ആർട്ടിസ്റ്റുകൾക്കും അവരുടെ ആ ക്യാരക്ടറിനും അവരുടെ ബോഡി ലാംഗ്വേജിനൊക്കെ ഏറ്റവും ആപ്റ്റായിട്ട് നമ്മുടെ വോയിസ് വരിക എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് പവി ഒരു നല്ല മെമ്മറിയാണ്. കണ്ടവരെല്ലാം തന്നെ അത് പെർഫെക്റ്റ് ആയി എന്ന് പറയുകയും ചെയ്തു. അപ്പം അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ മേഖലകളും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരികയാണ്. ആക്ടിങ്ങിലേക്കും കടന്നിട്ടുണ്ട്. ഇപ്പൊ 2 പടം എന്തോ റിലീസ് ആവാനുണ്ട് ചേച്ചിയുടെ അല്ലേ? മലയാളം ഹാപ്പി ന്യൂ ഇയറും ആഴിയും. അതെ. അപ്പം എല്ലാം നല്ല ക്യാരക്ടേഴ്സ് ആണോ അതില്? ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഹാപ്പി ന്യൂ ഇയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പുതിയൊരു ഡയറക്ടറാണ്, സനീഷ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. റിയാസ് ഖാൻ ഇപ്പോൾ അദ്ദേഹവും അതുപോലെയുള്ള കുറേ നല്ല ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതിൽ എൻ്റെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ഫണ്ണിയാണ്, അറ്റ് എ ടൈം ഫണ്ണിയാണ്, പക്ഷേ ഒരു നെഗറ്റീവ് ഷെയ്ഡും കൂടിയുള്ള ഒരു വില്ലത്തി ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. സിനിമയിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് പുള്ളിക്കാരി പറയുന്നതെല്ലാം ഭയങ്കര സീരിയസ് ആയിരിക്കും, പക്ഷേ എൻഡ് ഓഫ് ഇറ്റ് അത് കോമഡിയായി മാറും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഏജ് കൂടുതലുള്ള ക്യാരക്ടറാണ്, ഒരു 48-50 ഏജ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ലുക്കൊക്കെ ആ രീതിയിലാണ്. ഞാനത് ചെയ്തത് ഒറ്റ എന്താ പറയുക ഡയറക്ടറുടെ എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ്. അത് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് എനിക്കറിയില്ല. ആ ഒരൊറ്റ വിശ്വാസത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. പക്ഷേ ആഴിയിലേക്ക് വരുമ്പോൾ ആഴിയും പുതിയൊരു ഡയറക്ടറാണ്, ആൽബി എന്ന് പറയുന്ന പുതിയൊരു ഡയറക്ടറാണ്. പക്ഷേ അതിൽ ചെയ്തിരിക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ചെറിയ സ്ക്രീൻ സ്പേസേ ഉള്ളൂ, പക്ഷേ അത് എക്സ്ട്രീം ഇമോഷനാണ്, വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇനി ഈ വർഷത്തെ വരാനുള്ള വിശേഷങ്ങൾ. രണ്ടും എങ്ങനെയാണെന്നറിയില്ല. ഒരു ബ്രഹ്മാണ്ഡ സിനിമയിൽ ഓൾറെഡി വർക്ക് ചെയ്ത ഒരാളാണ്. അതിൻ്റെ എല്ലാം അപ്ഡേറ്റ് പറയുന്നത് എനിക്ക് അറിയില്ല, എന്നാലും ചോദിച്ചേക്കാം. സലാറിലെ കോ റൈറ്റർ ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ സലാർ 2-ന്റെ? എന്തെങ്കിലും ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ നമ്മൾക്ക് മലയാളത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിക്കാമോ? അല്ല, സലാറ് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ അതിൽ സ്കോ റൈറ്ററാണ്. സലാർ ബേസിക്കലി ശങ്കർ സാറാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഒരു വലിയ മൂവിയുടെ ഭാഗമാകുക, അതോടൊപ്പം തന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു റൈറ്ററുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ അതിൽ കാണുന്നത് വലിയൊരു കാര്യം. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാഗശ്വിനു എന്ന് പറയുന്ന ഡയറക്ടറെ പോലെ തന്നെ പ്രശാന്ത് നീൽ എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടറുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ കാണുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും, അപ്പോൾ അത് എഴുത്തിലേക്കാണെങ്കിലും മറ്റേത് രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിലെ എക്സൈറ്റ്മെൻറ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തൽക്കാലം പറയാൻ നിർവാഹമില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം ജിസ്റ്റേട്ടൻ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ പുഷ്പ 2-ന്റെ അപ്ഡേറ്റിങ്ങിന് ചോദിച്ചു. അതിനകത്ത് നമ്മൾ ഫഹദാണോ അല്ലെങ്കിൽ അല്ലു അർജുനാണോ ഇങ്ങനെ സ്കോർ ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പൊ ചേച്ചിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയൊന്നും എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇതിലേക്ക് നമ്മളെ എന്തായിരിക്കും ചേച്ചിയുടെ ഒരു പ്രതീക്ഷ? അതിനകത്ത് പ്രഭാസ് ആണോ നമ്മുടെ പൃഥ്വിരാജ് ആണോ ഇങ്ങനെ സ്കോർ ചെയ്യാൻ പോകുന്നതൊക്കെ? എനിക്കറിയില്ല, വെറുതെ പറയട്ടെ, എനിക്കറിയില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ബാക്ക് ടു കൽക്കി ചോദിക്കാം. കൽക്കി 2 എന്തെങ്കിലും അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയോ? പ്രീ പ്രൊഡക്ഷനോ ഷൂട്ടിങ്ങോ ഒക്കെ തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയതായിട്ട് എനിക്കറിവില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താ പറയുക, അതിനെന്താ പറയുക, ഔപചാരികം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി നമുക്കറിയില്ല. അപ്പോൾ ഷൂട്ട് എന്തായാലും പെട്ടെന്ന് അല്ലെങ്കിൽ കൽക്കി 2 പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് ആസ് എനി അതർ പേഴ്സൺ എനിക്കും അറിയുള്ളൂ. അല്ലാതെ അതും എത്രയാണ് എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നും നമുക്കറിയില്ല. അതൊക്കെ വരുന്ന പോലെ. ഇപ്പം അതിലും നമ്മൾക്ക് ഒരുപാട് മലയാളത്തിൽ നിന്നുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരു ഐഡിയ ഇല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പം ഇതിൽ തന്നെ നമ്മളെ ഞെട്ടിച്ച പോലെ അതിലും നമ്മൾ ഞെട്ടാൻ കാത്തിരിക്കാം അല്ലേ? നമ്മളും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് കാണാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ഇതിനകത്തും ഇപ്പോൾ ഫസ്റ്റ് എഴുതുന്നതിന് മുമ്പ് ആദ്യമായിട്ട് മൂവി കണ്ടപ്പോഴും ഈ പറഞ്ഞ പോലെ റോ ഫുട്ടേജസ് വെച്ച് മൂവി കണ്ടപ്പോഴും ഞാൻ ആദ്യം ചിന്തിച്ച കാര്യം, ഇങ്ങനൊരു കോൺസെപ്റ്റ്
ഇപ്പം ഒരു സംവിധായകനെ സംബന്ധിച്ച് ഇത് ഉള്ളിലിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഇത് മറ്റൊരാളോടൊരു സ്റ്റോറി ലൈനായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യണമല്ലോ. അതായത് നമ്മൾ ഫുള്ള് VFX എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് മൂവിയുടെ ഔട്ട് ഇതാന്ന് അറിയില്ല. ഈ ഔട്ടിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംവിധായകനൊരു കൺവിക്ഷൻ ഉണ്ടല്ലോ. ആ കൺവിക്ഷനാണ് അദ്ദേഹം ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മൂവി കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമാണ് ഇതെങ്ങനെയായിരിക്കും പറഞ്ഞ് കൺവിൻസ് ചെയ്തത് എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഡെപ്ത് ഈ മൂവിക്ക് തുടക്കം മുതലേ എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. സോ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് ഞാനും കാത്തിരിക്കുകയാണ്. അതെ, എല്ലാവർക്കും എക്സൈറ്റഡ് ആണ്. കാരണം സിനിമ കാണുമ്പോഴും എനിക്കങ്ങനെ മഹാഭാരതം ഒന്നും വലിയ ഐഡിയ ഇല്ല. ക്യാരക്ടേഴ്സ് ഒക്കെ അറിയാം, നമ്മൾ സീരിയലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെ അറിവല്ലാതെ എന്താണല്ലോ. പക്ഷെ സിനിമ കണ്ടപ്പോഴത്തേനും ഇതിലിപ്പോൾ ആരാ വില്ലൻ, ആരാ ഹീറോസ് എന്നൊക്കെ തോന്നി പോകുന്നൊരു ടൈപ്പ് ഓഫ് കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി തന്നെ കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കൽക്കി കാണാൻ ശ്രമിക്കുക. ബിഗ് ഫിലിംസ് വരുമ്പോഴത്തേക്കിനെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഒക്കെ ഒന്നാണ്. കാരണം പോസ്റ്റ് പ്രൊഡക്ഷൻ ചില സമയത്തൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നത് നമ്മൾ ഇവിടെ തുടങ്ങേണ്ടി വരും. ചിലത് ഫുൾ മൂവി ചിലപ്പം ഓൾറെഡി റിലീസ്ഡ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളിവിടെ അത് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രോസസ്സൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? എല്ലാ മൂവിയിലും ഡിഫറെൻ്റ് ആണ്. അതിലെ എല്ലാ സ്റ്റേജും ഡിഫറെൻ്റ് ആണ്. ഇതുപോലുള്ള മൂവീസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് എ ടൈം പാൻ ഇന്ത്യൻ റിലീസ്, തിയേറ്റർ റിലീസ് വരുന്ന മൂവീസിൽ മെയിൻ പോസ്റ്റ് പ്രൊഡക്ഷനും ഇവിടുത്തെ പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതിലാവുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക അൺസർട്ടനിറ്റീസ് ഉണ്ട്. എപ്പോൾ എങ്ങനെ മാറുന്നൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ടെക്നിക്കാലിറ്റീസും കൂടെ വെച്ചിട്ടത് ചെയ്യുന്നത്. നേരെ മറിച്ച് ചിലത് നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തു, ബാക്കിയുള്ളതെല്ലാം ലാംഗ്വേജ് ചെയ്യുന്നത് OTT റിലീസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലെങ്കിൽ തിയേറ്റർ റിലീസ് തന്നെ പിന്നെ ആണ്. അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ മെയിൻ മൂവി ലോക്ക്ഡ് ആയിരിക്കും, അതിൽ ചേഞ്ചസ് ഒന്നും വരില്ല. അത് നമ്മൾ സെയിം പ്രോസസ്സിലൂടെ ഇവിടെ ചെയ്യും. പിന്നെ ഉള്ളൊരു ഡിഫറൻസ് വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊരു മൂവി ഒരു പാൻ ഇന്ത്യൻ സബ്ജക്റ്റാണ്. ഇപ്പോൾ ഈ കൽക്കി. അപ്പം അതിൽ എനിക്ക് ഒഴിവായി കിട്ടിയ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് പേരോ സ്ഥലങ്ങളോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. നേരെ മറിച്ച് ചില മൂവീസ് ഇപ്പോൾ ഖുഷി അതുപോലുള്ള മൂവീസ് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ചില കന്നഡ മൂവീസൊക്കെ നമ്മൾ മാറ്റുമ്പോൾ എഴുത്തിൽ നമ്മൾ സ്ഥലങ്ങൾ മാറ്റണം, പേര് മാറ്റണം. ഇപ്പം എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് മാറ്റണം. ഒരുപാട് കൺവേർഷൻസ് അവിടെ വരുന്നുണ്ട്. അതും ഒരു അത്യാവശ്യം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഖുഷി മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അപ്പോൾ എന്താണ് മെയിനായിട്ട് അങ്ങനെ വന്ന ചേഞ്ച്? ഖുഷിയിൽ മൊത്തം കൺവേർഷൻ ഉണ്ടായിരുന്നു. കാരണം ഖുഷിയിൽ അവർ CG എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലപ്പേരുകളാണെങ്കിലും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡയലോഗ്സിൽ കൺവേ ചെയ്യുമ്പോഴും ഇവിടെ ഞാൻ എന്താണോ എഴുതുന്നത് അതായിരിക്കണം അവിടെ CGയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് അതിന് പകരം ഏത് സ്ഥലം പറയണം, അവിടുത്തെ ഒരു സ്ഥലം പറയുമ്പോൾ അതിന് പകരം ഇവിടെ ഏത് സ്ഥലം പറയണം. ഇപ്പോൾ ഒരു പേര് പറയുമ്പോൾ പേര് എങ്ങനെ മാറ്റണം. ചിലപ്പോൾ ചില പേരുകൾ നമുക്ക് ചില നാടുകളിൽ ഒരാൾക്കും ഇല്ലാത്ത പേരുകളുണ്ടാവും. ചില പേരുകൾ നമുക്ക് കേട്ടാൽ തന്നെ ഓക്കെ അയാൾ ഇന്ന നാട്ടുകാരനാണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള കുറേ പേരുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റുമ്പോൾ എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരുപാട് ആലോചിച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അതിലും ഈ ട്രോൾ വരാൻ ചാൻസ് ഉള്ള സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചില പേരുകളൊക്കെ മാറ്റുമ്പോൾ ഇപ്പോൾ വലിയ പേരുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ രാജശേഖര റെഡ്ഡി, അതിൽ തന്നെ കുറേ നമ്മൾ സിനിമയിൽ തന്നെ ഒരു വലിയൊരു ലെങ്തി നെയിമൊക്കെ പറയുന്നില്ലേ. അങ്ങനത്തെ ചില നെയിംസൊക്കെ വരുമ്പോൾ നമ്മളത് മലയാളത്തിലേക്ക് കഴിയുന്നതും മാറ്റാതെ എഴുതാനുള്ളതാണ് എനിക്കിഷ്ടം. കാരണം അപ്പോൾ അതിൻ്റെ ഒരു സത്ത് പോവില്ലല്ലോ. പക്ഷെ ചിലത് നമ്മൾ മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റുമ്പോൾ പേരിടണം, പറയണം, ഏത് ഫെസ്റ്റിവലിനെ കുറിച്ച് അവിടെ റെഫർ ചെയ്യണം. ഇപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷനെ പറ്റി പറയാം. പലതരത്തിലുള്ള കൾച്ചറും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ നടക്കുന്ന പല ആഘോഷങ്ങൾ വേറെ ആയിരിക്കും. അപ്പോൾ ആ ആഘോഷങ്ങൾ പറയുമ്പോൾ അതിവിടെ എങ്ങനെ റെഫർ ചെയ്യണം, അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരുപാട് കൺവേർഷൻസ് വരുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ കൽക്കി അതുപോലുള്ള മൂവീസൊന്നും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരാത്ത സബ്ജക്റ്റുകളാണ്. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ സബ്ജക്റ്റുകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സന്തോഷം. കാരണം മറ്റേ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴും നമുക്കറിയാമല്ലോ ഇത് ഒറിജിനലി ഇതല്ല എന്നുള്ള ആ ഒരു ഫീല് പേഴ്സണലി എനിക്ക് ആ ഒരു കാര്യം ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആസ് പാർട്ട് ഓഫ് വർക്ക് ചെയ്യുന്നു. അതെ, അപ്പോൾ ചേച്ചി എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് വർക്കുകൾ വരട്ടെ. അപ്പം സലാറും കൽക്കിറ്റും ഒക്കെ വളരെ എന്താ പറയുക പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.